വീഡിയോ എടുക്കുന്നത് കോൺസെപ്റ്റിൻ്റെ ഒന്നാം സംസ്ഥാന എംസെറ്റിൻ്റെ ഒന്നാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ഉയർത്തൽ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ജയ് ഭീം. एमसब जिंदाबाद, एमसब जिंदाबाद. जय भीम, 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 जय भीम. डॉक्टर अम्बेडकर जिंदाबाद, डॉक्टर अम्बेडकर जिंदाबाद. एमसब जिंदाबाद, एमसब जिंदाबाद. संस्थान सम्मेलन जिंदाबाद, संस्थान सम्मेलन जिंदाबाद. महात्मा एकड़ जिंदाबाद, महात्मा एकड़ जिंदाबाद. एमसब जिंदाबाद, एमसब जिंदाबाद. जय 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 भीम, जय 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 भीम. जय भीम, 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 जय भीम. एमसब जिंदाबाद, एमसब जिंदाबाद. एमसब जिंदाबाद, एमसब जिंदाबाद. संस्थान सम्मेलन जिंदाबाद, संस्थान सम्मेलन जिंदाबाद. संस्थान सम्मेलन जिंदाबाद, संस्थान सम्मेलन जिंदाबाद. बाबा साहब जिंदाबाद, बाबा साहब जिंदाबाद. महात्मा एकड़ जिंदाबाद, महात्मा एकड़ जिंदाबाद. वैगेलप्पचन जिंदाबाद, वैगेलप्पचन जिंदाबाद. एमसब जिंदाबाद, एमसब जिंदाबाद. जय जय एमसब, जय जय एमसब. जय जय एमसब, जय जय एमसब. जय 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 भीम, जय 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 भीम. जय भीम, जय भीम, जय भीम, जय भीम, जय भीम, जय भीम. जय भीम, जय भीम. ആദ്യം ഉദ്ഘാടന സമ്മേളനമാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ ആദ്യമായിട്ട് ആചാര്യ സ്മരണയാണ്. നമുക്ക് മനുഷ്യാവകാശങ്ങൾ സാധ്യമാക്കുകയും തുല്യനീതിയും തുല്യ അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിനായിട്ട് വിജലമായി പോരാടിയ നമ്മുടെ നവോത്ഥാന നായകരെയും ആചാര്യന്മാരെയും അനുസ്മരിക്കുന്നതിനായിട്ട് ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഓക്കെ, ജയ് ഭീം, ജയ് ഭീം. അടുത്തതായി അനുസ്മരണ പ്രമേയം അവതരിപ്പിക്കുന്നതിനായി നമ്മുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അഡ്വൈസറി കമ്മിറ്റി അംഗവും ആയിട്ടുള്ള ശ്രീമതി മനോജ മാഡത്തിനെ ക്ഷണിക്കുന്നു അനുസ്മരണ പ്രമേയം അവതരിപ്പിക്കുന്നതിനായി. ആദരണീയ നമ്മുടെ പ്രസിഡന്റ് ശ്രീ മുരളി തോന്നിക്കൽ സാർ, അതുപോലെ തന്നെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സോമരാജൻ സാർ, അതുപോലെ നമ്മുടെ സംഘടനയുടെ മുൻനിരയിൽ നിന്ന് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഡോക്ടർ സുരേഷ് കുമാർ സാർ, അതുപോലെ നമ്മുടെ കല്ലുമാല സമരത്തിന് നമ്മളോടൊപ്പം ചുക്കാൻ പിടിച്ച ആശാലത മാഡം, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ പ്രസിഡൻ്റായിട്ടുള്ള സോമൻ സാർ, അതുപോലെ കൊല്ലം ജില്ലയിലെയും മറ്റ് ജില്ലാ തലങ്ങളിലെയും അംഗങ്ങളെ, യഥാർത്ഥത്തിൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ഡയസിൽ എല്ലാവരും ഇരിക്കേണ്ടത് തന്നെയാണ്. ഒപ്പം ഇന്ന് നടക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അനുശോചന പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇതിനു മുന്നോടിയായി ഇതിൽ ഉദ്ധരിക്കുന്നതിനപ്പുറം നാം അറിഞ്ഞും അറിയാതെയും ഒരുപാട് വ്യക്തികൾ നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെയും ഓർമ്മിച്ചുകൊണ്ട് അതിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരുടെയും നാടിനെ മുന്നോട്ട് നയിച്ച മഹത് വ്യക്തിത്വങ്ങളുടെയും വേർപാട് സൃഷ്ടിക്കുന്ന ശൂന്യതയും വേദനയും എളുപ്പം നികത്താവുന്നതല്ല. അവർ അവശേഷിപ്പിക്കുന്നത് 1000 ദീപ്തസ്മരണകൾ കൂടിയാണ്. മൺമറഞ്ഞു പോയവരുടെ ഓർമ്മകൾ പോലും സമൂഹത്തിന് പ്രചോദനാത്മകമാണ്. സമ്മേളന കാലയളവിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പതിറ്റാണ്ടുകൾ തിളക്കമുള്ള നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളാണ് റിപ്പോർട്ട് കാലയളവിൽ വിട പറഞ്ഞുപോയത്. ഭരണാധികാരികൾ, മനുഷ്യാവകാശ പോരാളികൾ, വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ, നമ്മുടെ ബന്ധുക്കൾ, കൂട്ടുകാർ തുടങ്ങി നിരവധി വ്യക്തിത്വങ്ങൾ ഈ കാലയളവിൽ
കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. എല്ലാവരുടെയും പേരുകൾ സൂചിപ്പിക്കാനുള്ള പരിമിതി ഉണ്ടെങ്കിലും ജനറൽ സെക്രട്ടറി ശ്രീ സോമരാജൻ സാറിൻ്റെ മരുമകൻ ശ്രീ രതീർ സാർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് വിധേയനായ ശ്രീ നിതിൻ രാജ് എന്നിവർ ഉൾപ്പെടെ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ എല്ലാം വേർപാടിൽ ഈ സമ്മേളനം അനുശോചനം രേഖപ്പെടുത്തുന്നു. താങ്ക് യു മനോജ മാഡം. അടുത്തതായി ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിനായി നമ്മുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി സോമരാജൻ സാറിനെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഒരു വലിയ സംസ്ഥാന സമ്മേളനമായതല്ല നമ്മൾ നടത്തുന്നത്. ഒരു ജില്ലാ സമ്മേളനം പോലെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവ് ഇനിയും ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുന്നത്. എന്നിരുന്നാലും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ സഹായിച്ച നമ്മുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുള്ള നന്ദിയും കടപ്പാടും ആദ്യം ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം ഇന്ന് മെയ് 10 ലോക മാതൃദിനം കൂടിയാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ 9 മാസം സംരക്ഷിച്ച് പ്രസവത്തിന് ശേഷം സംരക്ഷിച്ച് വളർത്തുന്നത് പോലെയാണ് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഒരുപാട് ബാലാരിഷ്ടതകൾ അഭിമുഖീകരിച്ച് ഒരുപാട് വേദനകളും ദുഃഖങ്ങളും സഹിച്ച് ഈ എയിംസ് എന്ന സംഘടന ഈ രൂപത്തിലെത്തുവാൻ ഒരുപാട് സാഹസപ്പെടേണ്ടി വന്നു. ആ ഒരു ദിനമായി, മാതൃദിനമായ ഈ ദിനത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം അത് തന്നെയാണ്. ഒരു കുഞ്ഞിനെ എങ്ങനെ നമ്മൾ വളർത്തുന്നോ അതുപോലെ ബാലാരിഷ്ടകൾ വിട്ട് നമ്മൾ ഇവിടം വരെ എത്തി. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ജനതയ്ക്കുള്ള നന്മയ്ക്കും നീതിക്കും വേണ്ടിയാകണം എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്തേക്കുക. തമിഴ്നാട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ ഇന്ന് മുഖ്യമന്ത്രിയാവുകയാണ്. അതിനുപരി ഒരുപാട് സാധാരണപ്പെട്ടവരെ കൈപിടിച്ചുയർത്തി MLA-മാരാക്കി പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ള പ്രവർത്തകരാക്കി സജ്ജരാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ചേർത്ത് വെച്ച് പഠിക്കണം എന്നുകൂടി ഞാൻ ഈ ഒരു വേദിയിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ കടന്നലിലേക്ക് കിടക്കുകയാണ്. സമയം ഒരുപാട് അതിക്രമിച്ചു പോയി. എന്നിരുന്നാലും ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വളരെ കാര്യപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിന് വേണ്ടി നമ്മളെ ഈ ഒരു ചാർജ് ഏൽപ്പിച്ച് ഇത്രയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുരളി തോന്നയ്ക്കൽ സാറിന് എൻ്റെ പേരിലും എയിംസത്തിൻ്റെ പേരിലുള്ള സ്വാഗതം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ എയിംസെഫിൻ്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഉപദേശക സമിതി അംഗം ഡോക്ടർ സുരേഷ് കുമാർ സാർ, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗം മേധാവിയാണ്. നമ്മുടെ സമൂഹത്തിന് ഒട്ടനവധി കർമ്മപ്രവർത്തനങ്ങൾ നടത്തിയും ആതുര സേവന രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന എയിംസെഫിൻ്റെ സന്നദ്ധ സഹചാരി ഡോക്ടർ സുരേഷ് കുമാർ സാറിന് എൻ്റെ പേരിലും എയിംസെഫിൻ്റെ പേരിലുള്ള സ്വാഗതം രേഖപ്പെടുത്തുന്നു. നമ്മുടെ കല്ലുമാല സമരത്തിൻ്റെ സൂത്രധാരക ആശാലത മഠം നമ്മൾ 110ാമത് കല്ലുമാല സമരത്തിൽ പെരുന്നാൾ നടന്ന ആ വേദിയെ
ധന്യമാക്കിയ ആശാലത മഠത്തിന് എൻ്റെ പേരിലും എംസെഫിൻ്റെ പേരിലുള്ള സ്വാഗതം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ ആർ സോമൻ സാർ, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയണമെന്നില്ല, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അദ്ദേഹത്തിൻ്റെ സംയോജിതമായ ചില പ്രവർത്തനങ്ങൾ നമ്മുടെ സംഘടനയ്ക്ക് ശക്തിയും വജസ്സും പകരുന്ന ചില വാക്കുകൾ കൊണ്ട് മാത്രം ധന്യമാക്കുന്ന അദ്ദേഹം ഈ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ എംസെഫിൻ്റെ പേരിലും നന്ദിയും സ്വാഗതം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീമതി മനോജ ടീച്ചർ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. അത് വിശദമായൊന്നും തൽക്കാലം പറയുന്നില്ല. ഈ വേദിയിലേക്ക് എംസെഫിൽ ഹാർദമായ സ്വാഗതം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ സാർ ഇന്നലെ രാത്രി വരെയും ഇതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് ഒരുപാട് സമരസപ്പെട്ട് പോയെങ്കിലും ഇന്നലെ രാത്രിയിലുണ്ടായ ചെറിയ ഒരു ഇൻസിഡൻറ്റ്, തൻ്റെ കാലിന് ചെറിയ കുഴപ്പമുണ്ടായി നടക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയിലാണ് എത്തിയത്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ ശിവദാസൻ സാർ, അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് രാപകലില്ലാതെ കഷ്ടപ്പെട്ടു പോയി നടക്കുകയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. നമ്മുടെ എംസെഫിൻ്റെ ട്രഷറർ ചാർജുള്ള ശ്രീ അഷ്ടമൻ സാർ 2-3 ദിവസങ്ങളായി ഊണ് ഉറക്കമില്ലാതെ ഈ സമ്മേളന വിജയത്തിനു വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് അദ്ദേഹം തുടക്കം മുതൽ വളരെ കർമ്മനിരതനായി നടക്കാൻ രാപകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഈ സംസ്ഥാന സമ്മേളന വേദിയിൽ ഹാർദപൂർവ്വം സ്വാഗതം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ പ്രതീക്ഷിക്കാത്ത സ്വാഗതമായതുകൊണ്ട് ആർക്കാണെന്നുള്ള ചിന്തയായി. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനം മുന്നോട്ടെത്തിയിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറി ശ്രീ രാജേഷ് സാർ അവർ, വൈസ് പ്രസിഡന്റ് ശ്രീ അനിത മാഡം അവർ, അതുപോലെ വിജയകുമാർ സാർ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ പ്രിയമിത്രങ്ങൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭീം. നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി നമ്മുടെ അഡ്വൈസറി ബോർഡ് അംഗം കൂടിയായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ സുരേഷ് കുമാർ സാറിനെ സവിനയം സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും കടന്നുപോയ നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട എല്ലാ മാതാപിതാക്കളുടെയും അടിമയനുഭവിച്ച എല്ലാ മുൻപിതാക്കന്മാരുടെയും മാതാപിതാക്കളുടെയും നമ്മളെ വിമോചിപ്പിച്ച് ഇന്ന് ഈ വേദിയിലേക്ക്, ഈ ഒരു വലിയ ഇടത്തിലേക്ക് ഒരുമിച്ച് ചേർത്ത എല്ലാ മഹാരഥന്മാരായ ആചാര്യന്മാർക്കും അവരുടെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ടുള്ള ഒരു ജയ് ഭീം. വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും എന്നാൽ അതിനൊപ്പം ഏറെ ഗൗരവമുള്ള ചില ചിന്തകൾ വെച്ചുകൊണ്ടുമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സംസ്ഥാന സമ്മേളനം 1-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ പങ്കെടുക്കാനും ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ ഇതിൻ്റെ ഒരു ഭാഗമാകാനും ഈ പ്രഥമ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ ഈ അവസരത്തെ അഭിമാനപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥി ശ്രീ ധന്യാരാമൻ്റെ ആകസ്മികമായ ആരോഗ്യ പ്രശ്നങ്ങളാലുള്ള ഇന്നിവിടെ പങ്കെടുക്കാൻ സാധിക്കാത്ത ആ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും ഈ പ്രഥമ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. 1-2 വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന സംഭാഷണം അവസാനിപ്പിച്ചുകൊള്ളാം. എയിംസപ്പ്
എന്ന ഒരു സംഘടന രൂപീകരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ കൊല്ലം അടിസ്ഥാനമായി രൂപീകരിച്ച സീപ്പ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ സംഘടന, അതിലുണ്ടായ സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മയുടെ ഭാഗമായി ആശയപരമായ ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മയുടെ ഭാഗമായി അത്തരം സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ ഇത്തരം കൂട്ടായ്മകളെ പിന്നോട്ട് വലിച്ചതിൻ്റെ നിരന്തരമായ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കൂട്ടം പ്രവർത്തകർ അതിൽ നിന്ന് മാറി നിൽക്കുകയും അത്തരത്തിലുള്ളൊരു സാമ്പത്തികവും മറ്റു കാര്യങ്ങളിലുമുള്ള സഹവർത്തിത്വത്തോടു കൂടി പ്രവർത്തിക്കാം എന്ന ചിന്തയിലാണ് ഈ എയിംസപ്പ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാവുന്നത്. സീപ്പയിൽ എന്നെ അംഗമാക്കി ചേർത്തതാണ്. എയിംസപ്പിൻ്റെ ആദ്യകാല രൂപീകരണ സമയം തൊട്ട് തന്നെ ഞാനും അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പ്രഥമ വാർഷിക സമ്മേളനം ആഘോഷിക്കുമ്പോൾ സമ്മിശ്രമായ വികാരങ്ങളാണുള്ളത്. വ്യത്യസ്തമായ സംഘടനകൾ കൊണ്ട് നമ്മുടെ കൂട്ടായ്മയ്ക്ക് പ്രയോജനമുണ്ടാകുമെന്ന ഒരു ചിന്ത വ്യക്തിപരമായി എനിക്കില്ല. കൂട്ടായ്മകളെ, വ്യത്യസ്തതകളെ അതിനെ അഡ്രസ്സ് ചെയ്യുകയും അതിനെ ഒഴിവാക്കുകയും അതിനെ പരിഹരിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകണം എന്നതാണ് സാമൂഹികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾ വലുതാണ്. ഇപ്പം ഏറ്റവും അടുത്ത ഒരു പ്രതിസന്ധി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വിഷയം സംസാരിക്കാമെന്ന് വിചാരിക്കും. നിതിൻ രാജിൻ്റെ മരണം അതുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ചില വെല്ലുവിളികളുണ്ട്. അവൻ്റെ സാമ്പത്തികമായ സാഹചര്യം, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കുടുംബത്തിൽ നിന്നൊരു കുട്ടി മെറിറ്റിൽ ഒരു കോളേജിൽ SC കോട്ടയിൽ അഡ്മിഷൻ മേടിച്ച് വന്നാൽ അവൻ ആ കോളേജിൽ അനുഭവിക്കുന്ന നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. അത് ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം ചെയ്തൊരാളെന്ന നിലയിൽ എനിക്കത് കൂടുതൽ മനസ്സിലാവും. പക്ഷെ ഞാനതിനോട് വളരെ അതിശക്തമായി പ്രതികരിച്ച ഒരാളാണ്. അത് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. ഞാൻ ഏറ്റവും ആദ്യം അത്തരത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ SB കോളേജിൽ വെച്ചാണ്. കാരണം എനിക്ക് 540 മാർക്കോട് കൂടിയാണ് അക്കാലത്ത് ഞാൻ SB കോളേജിൽ ചെല്ലുന്നത്. പക്ഷെ അവിടെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് പല കുട്ടികളോടും ഒപ്പം ആൻസർ പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ മലയാളം മീഡിയമാണ്. ഇപ്പം മീഡിയ ഒരു വലിയ തടസ്സമായിരുന്നു. അതിനെ ഞാൻ ഓവർകം ചെയ്ത് ഞാൻ അതിനെ അതിശക്തമായിട്ട് അവരോടൊപ്പം ട്രെയിൻ ചെയ്ത് അവരോടൊപ്പം സംസാരിച്ച് അവരോടൊപ്പം എൻ്റെ തെറ്റായ ഇംഗ്ലീഷിൽ സംസാരിച്ച് എൻ്റെ വിപുലീകരിച്ച എൻ്റെ ചില സുഹൃത്തുക്കൾ കൂട്ടുപിടിച്ചാണ് ഞാൻ അതിനെ ഓവർകം ചെയ്തത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഞാൻ ഒത്തിരി പേര് ഇംഗ്ലീഷ് സംസാരിക്കാത്തവർ മെഡിക്കൽ കോളേജിലുണ്ട്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഞാൻ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി ഞാൻ മാറി. അവിടെയുള്ള കൂട്ടായ്മ ഞങ്ങൾ അങ്ങനെ ചില കാര്യങ്ങളിൽ പൊതു അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ ഇടയിൽ പിന്നാക്കം പോകാതിരിക്കാനുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു കൂട്ടായ്മ ദളിത് വിദ്യാർത്ഥികളുടെ ഇടയിൽ രൂപീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ആ കൂട്ടായ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങൾ പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് എന്നാൽ അതിനോടനുബന്ധിച്ചുള്ള ചില ഗൗരവമേറിയ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട്. ഉദാഹരണത്തിന് ചില പ്രത്യേക ഇപ്പോൾ ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയം തലയ്ക്ക് പിടിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ഞാൻ തെറ്റില്ലാത്ത അക്കാലത്ത് ഒരു ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു. SFIയുടെ വലിയ പ്രവർത്തകനായിരുന്നു. പക്ഷേ SFI പ്രവർത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചില അധ്യാപകർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ എനിക്ക് മാർക്ക് കുറയാൻ തുടങ്ങി. അപ്പം ഞാൻ പതുക്കെ SFIയിൽ നിന്ന് അങ്ങനെയാണ് പുറകോട്ട് മാറിയത്. കാരണം രാഷ്ട്രീയം പ്രശ്നമാണ്, നിങ്ങളുടെ നിറം പ്രശ്നമാണ്, നിങ്ങളുടെ കുടുംബം പ്രശ്നമാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രശ്നമാണ്, നിങ്ങളുടെ ജാതി പ്രശ്നം, എല്ലാ പ്രശ്നമാണ്. എന്നാൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു ഉദാഹരണത്തിന് നമ്മുടെ മന്നത്ത് പത്മനാഭൻ്റെ ഫാമിലിയിലുള്ള ഒരു ഡോക്ടർ ഞങ്ങളുടെ അധ്യാപികയായിട്ടുണ്ടായിരുന്നു. അവർ വളരെ കൺസർവേറ്റീവായിട്ടാണ് ഞങ്ങൾ വിദ്യാർത്ഥികളോട് പറയും. അതായത് ഇതൊരു പൊതുകാര്യമല്ല, നമ്മൾ എല്ലാവരോടും ശത്രുതാപരമായിട്ടല്ല ഇത് കാണേണ്ടത്. ഞാൻ അതാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് സമൂഹത്തിൽ, ക്യാമ്പസുകളിൽ. പക്ഷെ എല്ലാവരും നമുക്ക് ഒരു ലേബലിൽ പെടുത്താൻ പറ്റില്ല. അല്ലെങ്കിൽ സവർണരെല്ലാം നമ്മളോട് മോശമായി പെരും, അങ്ങനെയല്ല. സവർണ മനോഭാവമാണ് ശരിക്കും നമ്മളോട് ഇടപെടുന്നത്. അതെല്ലാവർക്കും ഇല്ല, ചിലർക്കൊണ്ടതാണ്. അപ്പോൾ ജാതി മാത്രമല്ല പ്രശ്നം, ജാതിയോടൊപ്പം ഒരു സവർണ മനോഭാവമുണ്ട്. ഈ സവർണ മനോഭാവത്തെ വേണമെങ്കിൽ ഞാൻ ശരിക്കും ദളിത് അംബേദ്കറൈറ്റ് ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ ദളിത് ബുദ്ധിജീവികളുടെ ഭാഷയിൽ ഒരു ബ്രാഹ്മണിക്കൽ തോട്ട് പ്രോസസ് എന്ന് വേണേൽ പറയാം.
അതുള്ള നിരവധി പേരുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ തോട്ട് പ്രോസസ്സ് ഈഴവ സമുദായങ്ങളിൽ ചിലർക്കുണ്ട്. അവർ വിചാരിക്കുന്ന അവര് നമ്മളെക്കാൾ ഉയർന്നവർ, ആ ചിന്താഗതി തന്നെ ചിലർ പുലർത്തുന്നുണ്ട്. അപ്പൊ ഇതൊരു ജാതിയുടെ ഒരു പ്രശ്നമല്ല, മറിച്ച് ഓരോരുത്തരും സമൂഹം പുലർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് ആ ക്യാമ്പസിൽ കാണാൻ സാധിക്കും. നിതിൻ രാജ് അത് നേരിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിന്റെ കൂടൊപ്പം വായിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു ആന്തരിക സമ്മർദ്ദം എത്രമാത്രം ശക്തമാണെന്ന് ഒരുപക്ഷെ ഈ ഗ്രൂപ്പിന് നമ്മുടെ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവില്ല. അത് എത്രമാത്രം ശക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു വീണിട്ടും അവന്റെ മൃതദേഹം കാണാൻ അവിടെ പോകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത്രമാത്രം ശക്തമാണ് ആ കുട്ടികൾ നേരിടുന്ന ക്യാമ്പസിലെ പ്രതിരോധം. നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾ തോക്കും. അപ്പൊ നിങ്ങളുടെ മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ നീ എന്തിനു തോറ്റു എന്ന് ചോദിക്കുമ്പോൾ ഉത്തരവില്ലാതെ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവനിത് ഒഴിവാക്കും. അവർ പ്രതികരിക്കാൻ താമസിച്ചു. മരണ ചടങ്ങിൽ ഒരു വിദ്യാർത്ഥി പോലും പങ്കെടുത്തില്ല. ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ഈ സാമൂഹിക പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്, നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. ഈ സാമൂഹ്യ പ്രശ്നത്തിന് നമ്മുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നമ്മൾ ആക്ഷൻ കൗൺസിൽ, ഇന്ത്യൻ രാജ്യ ആക്ഷൻ കൗൺസിലുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. പക്ഷെ അതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പുതിയ ഒരു ഗവൺമെന്റ് വന്നിരിക്കുന്നു. നമ്മൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. അത് നിതിൻ രാജിന്റെ പോലെയുള്ള ഭാവിയിൽ വിദ്യാർത്ഥികൾ നേരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതിന്, ക്യാമ്പസുകളെ അഡ്രസ് ചെയ്യുന്നതിന് നമുക്ക് ഒരു നിയമം ഉണ്ടാവണം. ആ നിയമത്തെക്കുറിച്ചുള്ള കരട് ചിന്ത ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടേത്. അത്തരത്തിലുള്ള ഒരു കരട് പ്രമേയം തയ്യാറാക്കി വേണം നമ്മൾ നമ്മുടെ ബഹുമാന്യരായ MLA-മാരെ കാണാൻ. ഞാൻ എപ്പോഴും കാണുന്ന, എനിക്കും അറിയാം, അല്ലെങ്കിൽ നിങ്ങളെ പോലെ തന്നെ എനിക്കും അഭിപ്രായമുണ്ട്, ഈ നമ്മുടെ 14 സീറ്റുകളിൽ നിന്ന് ജയിക്കുന്ന MLA-മാർ നമുക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. അവർ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്ന നിലവിൽ അതിന്റെ സ്പേസിൽ നിന്നുകൊണ്ട് 10% എന്ന് നമുക്ക് കണക്കാക്കാം. നമ്മുടെ പ്രവർത്തനം എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഒരു നിർദ്ദേശമായി, നമ്മളെ 10% എങ്ങനെ 50% എന്നുള്ള ഒരു പ്രവർത്തനത്തിൽ, അതായത് ഇവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാതെ, ഇവരുമായിട്ട് ചർച്ച ചെയ്യാതെ, ഇവരെ പ്രതിരോധത്തിലാക്കാതെ, ഇവരെ ചിന്തകളിലേക്ക് ഇത് കൊണ്ടുവരാതെ നമുക്ക് ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കില്ല. കാരണം നിയമസഭയിൽ സംസാരിക്കേണ്ടത് ഇവരാണ്. അപ്പൊ അവരെ ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയണം. അതിനുള്ളൊരു ഇന്റലക്ച്വൽ ഗ്രൂപ്പായി, അതിനുള്ളൊരു ഒരു ആശയപരമായ ഗ്രൂപ്പായി എയിംസപ്പിന് മാറാൻ സാധിക്കണം. നിലവിലുള്ള വിവിധ സംഘടനകളുമായിട്ടുള്ള വ്യത്യാസങ്ങളെ നമ്മൾ പറഞ്ഞ് പരിഹരിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞ് പരിഹരിച്ച് ഒരു കൂട്ടായ്മയെ മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മളും പരിശ്രമിക്കേണ്ടത്. അതിനോട് നമ്മൾ മുഖം തിരിച്ചു നിൽക്കരുത്. എന്നാൽ നിലവിൽ നാളെ രാവിലെ എല്ലാം ഒരുമിച്ച് ചേരണം എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഹരിച്ച് മാത്രമേ ഒരു കൂട്ടായ്മയെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ, കാരണം ആ ഒരു സ്ട്രെങ്ത് ആണ് പലപ്പോഴും ഇത്രയും മോശമായ പ്രസ്താവനകൾ നടത്തിയിട്ട് പോലും ഒരുപക്ഷെ കേരളീയ സമൂഹം പരസ്യമായി SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി എതിർത്ത് പറയാത്തതിന്റെ കാരണം ഒരുപക്ഷെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ വലിപ്പമാണ്. സംഘടനപരമായ വലിപ്പവും ആളെണ്ണവും അതിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ചാലക ശക്തിയെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ആശയങ്ങൾ നമുക്ക് മുന്നോട്ട് നൽകാം. ആശയങ്ങളിലൂടെ കൂട്ടായ്മ നമുക്ക് വളർത്തിയെടുക്കാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായി ഈ സമൂഹത്തിൽ ഇടപെടുകയും നമുക്ക് നഷ്ടപ്പെട്ട വിഭവങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ സമൂഹത്തിന് നൽകേണ്ടത് നമ്മളാണ്. കാരണം അല്പാൽപമായ നമുക്ക് ബാബാ സാഹിബ് നൽകി തന്ന അവസരങ്ങളിലൂടെ വിദ്യാഭ്യാസം ചെയ്തൊരു സമൂഹം നമ്മളാണ് തിരിച്ചറിഞ്ഞത്. നമ്മൾ നിൽക്കുന്ന ജാതികൾ, നമ്മൾ നിൽക്കുന്ന മതങ്ങൾ, നമ്മൾ നിൽക്കുന്ന വേലിക്കെട്ടുകളെല്ലാം അത് നമ്മളെ അകറ്റി നിർത്താൻ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഈ ജാതികളുടെ ഒന്നും ഭാഗമല്ല എന്ന്, അല്ലെങ്കിൽ ഈ മതത്തിന്റെ ഭാഗമല്ല, ഈ ചിന്തകളുടെ ഭാഗമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചത് ബാബാ സാഹിബാണ്. ബാബാ സാഹിബിന്റെ നിരവധിയായ പ്രവർത്തനങ്ങൾ നിങ്ങൾ വളരെ ഗൗരവമായി പഠിക്കുന്നവരാണ്. ഞാനത് മുഴുവൻ സംസാരിക്കാനോ അതിലേക്ക് വിരൽ ചൂണ്ടാൻ, ഞാൻ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. ബാബാ സാഹിബ് ഏറ്റവും
അദ്ദേഹത്തെ പോലെ ഇന്ത്യ കണ്ട ഒരു ഫിലോസഫർ ഇല്ല എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഫിലോസഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, അദ്ദേഹം അവസാന കാലഘട്ടങ്ങളിൽ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ദളിത് ജനത അടിസ്ഥാനപരമായി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസത്തിലും ആഴത്തിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ്. അവരവരുടെ പിതൃ പരമ്പരയെ, മാതൃ പരമ്പരയെ അതിശക്തമായി ആശ്രയിച്ചു നിൽക്കുന്ന സമൂഹമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ആധ്യാത്മികമായ വിമോചനം കൂടി അനിവാര്യമാണ് എന്ന് ബാബാ സാഹിബ് തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അതിൻ്റെ ഒരു പൂർത്തീകരണമാണ്. അതിന് അപര്യാപ്തമാണ് ഹിന്ദുമതം, അല്ലെ ഹിന്ദുമതം അതിനെ ജാതികളായി നിലനിർത്തി നമ്മളെ ശ്രേണീകൃതമായി ഏറ്റവും താഴെയിലേക്ക് നിലനിർത്തുമെന്ന്, അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും നമ്മൾ നിലനിന്നിരുന്ന നമ്മുടെ സിന്ധു നദീതട ഹാരപ്യൻ സംസ്കാര കാലത്ത് നമ്മൾ എവിടെയാണോ നിലനിന്നിരുന്നത്, നമ്മുടെ മാതാപിതാക്കന്മാർ എവിടെയാണോ നിലനിന്നിരുന്നത്, അവർ ഇവിടെ വൈദിക വൃത്തി ഉണ്ടായിരുന്ന ഒരു വലിയ പാരമ്പര്യം, അതിനെക്കുറിച്ച് റോമില ഥാപ്പറൊക്കെ പറയുന്നത് ഈ ഇൻഡിജിനസ് ജനത വളരെ കൃത്യമായി സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വീടുകൾ, പാഠശാലകൾ, അല്ലെങ്കിൽ അവർക്ക് വലിയ സംസ്കാരപരമായ ഒരു ജീവിത വ്യവസ്ഥ സിന്ധു ഹാരപ്പൻ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊരിക്കലും മറ്റാരെ ആശ്രയിച്ചല്ല. നമ്മളിപ്പോ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലും ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും ബ്രിട്ടീഷ് മുഗൾ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഒരു കാര്യങ്ങളുമില്ല, നമ്മുടെ സെക്രട്ടേറിയറ്റ് അടക്കം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ സിന്ധു നദീതട ഹരപ്യൻ സംസ്കാരങ്ങളെ പരിശോധിച്ച വളരെ വിഖ്യാതയായ റൊമില ഥാപ്പർ പറയുന്നത് ഇവിടെ മറ്റൊന്നിന്റെ ഇൻഫ്ലുവൻസ് ഇത് ഇൻഡിജിനസ് ജനങ്ങൾ മാത്രമാണ്. അവിടേക്കാണ് ഈ ഇൻവേഷൻ വന്നത്. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അത്രയും ശക്തമായ ഒരു പാരമ്പര്യത്തിൽ നിന്ന ഒരു സമൂഹത്തെ അവരുടെ വൈദിക മതം, അതിനെ ഹിന്ദുമതം എന്ന് വിളിക്കുന്നത് പോലും തെറ്റാണ്, വൈദിക മതമാണത്. ബ്രാഹ്മണിസത്തിൽ ആശ്രയിച്ചുള്ള ഒരു വൈദിക മതം അവരെ കീഴ്പ്പെടുത്തുകയും അവരെ പഞ്ചമരാക്കുകയും ആ പഞ്ചമത്വത്തിൽ നിന്ന് നമ്മളെ കൈപിടിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തിയ അയ്യങ്കാളി ഗുരുദേവനും പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനും കണ്ടൻ കുമാരൻ, മഹാത്മാ കണ്ടൻ കുമാരനും ഒക്കെ പമ്പാടി ജോൺ ജോസഫ് അടക്കമുള്ള വലിയ ഒരു ആധ്യാത്മിക നില, അതിൻ്റെ ഭൗതികമായ ആശയപരമായ ലോകത്തെ ഏറ്റവും മനോഹരമായി നമുക്ക് സൃഷ്ടിച്ചു തന്നത് ബാബാ സാഹിബാണ്. അതിനൊപ്പം തന്നെ ആധ്യാത്മികമായ ഒരു വിപ്ലവം കൂടി അദ്ദേഹം ആ അവസാന കാലത്ത് ആവശ്യമാണ് ഈ സമൂഹത്തിന് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബുദ്ധമതത്തിലേക്കുള്ള നമ്മുടെ പരിനിർവഹണം ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആധ്യാത്മികമായ ഒരു വിമോചനം കൂടി ഈ സമൂഹത്തിന് അനിവാര്യമാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഈ സമൂഹത്തെ ഭൗതികമായും ആശയപരമായും ആധ്യാത്മികമായും എല്ലാ തലത്തിലും വിമോചിപ്പിക്കുന്ന ഒരു ആശയ സംഹിത അവർക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ എയിംസപ്പിനെ സംബന്ധിച്ചിടത്തോളം ബാബാ സാഹിബ് നമ്മളെ പഠിപ്പിച്ച രണ്ടാമത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾക്കല്പം വിഭവങ്ങളുണ്ട്. വിഭവങ്ങൾ നമ്മുടെ സമൂഹത്തിന് നൽകണം. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കണം. അതിന് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്? ജ്ഞാനം നമുക്ക് നൽകാൻ സാധിക്കും. നമുക്ക് ഒരാൾക്ക് സാമ്പത്തികം കൊടുത്ത് ആരെയും നമുക്ക് നന്നാക്കാൻ പറ്റും നമുക്കറിയാം. പക്ഷെ ഒരു കുടുംബത്തിൽ ഒരാളെ നമുക്ക് ഈ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമുക്ക് സാധിക്കും. എനിക്കറിയാവുന്ന ഒരു പ്രദേശം ഇടുക്കിയാണ്, നന്നായിട്ട് അറിയാവും. അവിടുത്തെ കുടിയേറ്റങ്ങൾ എങ്ങനെയാണ് നടന്നത്? നമ്മുടെ ആൾക്കാർക്ക് ഏക്കർ കണക്കിന് ഭൂമിയുള്ളതാണ്. എൻ്റെ പ്രദേശമൊക്കെ അങ്ങനെയാണ്. അത് കോട്ടയം ജില്ലയിലാണെങ്കിലും മലയോര മേഖലയാണ്. 10-15 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നതാണ്. മുഴുവൻ മദ്യത്തിലും മയക്കുമരുന്നിലും ഭീഷണിയിലും ഇറക്കിവിടലിലും എല്ലാമാണ് ഈ സ്ഥലങ്ങൾ അന്യാധീനമാണ്. ഇപ്പോൾ നമ്മൾ അവിടെയെല്ലാം 5 സെന്റ് 10 സെന്റുകളിൽ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഈ സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റം നാം സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസപരമായി, ആധ്യാത്മികമായി, ഭൗതികമായി, ഭൂമിയുടെ കാര്യത്തിൽ എല്ലാം ഒരു മാറ്റം ഉണ്ടാവണം. അവർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കലാലയങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ കാവലാളായിട്ട് നമ്മൾ ഉണ്ടാവണം. ഇതിനൊക്കെ ആശയപരമായ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് എല്ലാത്തിലും ഇറങ്ങി പ്രവർത്തിക്കാൻ നമ്മൾ ഉദ്യോഗസ്ഥരൊക്കെയാണ്, പെൻഷനേഴ്സാണ്, നമുക്ക് നമ്മുടേതായ പരിമിതികൾ. അപ്പോൾ എല്ലാത്തിലും ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന് ഈ സമൂഹത്തെ ചലിപ്പിക്കാനുള്ള ആശയങ്ങളുമായി
നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം. എനിക്ക് വളരെ അഭിമാനമുണ്ട്. നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ BJP യിൽ നിന്നും കൂടെ പഠിക്കണം. അത് 2 സീറ്റോട് കൂടിയാണ് BJP പാർലമെന്റിൽ ഒരു കാലത്തിരുന്നത്. ആ പാർട്ടി ഇന്ന് അടുത്ത ഇലക്ഷനിൽ 400 സീറ്റ് എടുക്കും. അവർ ഭരണഘടന തൊടാൻ പോവാണ്. നമ്മളത് മനസ്സിലാക്കുക. ചില അപകടങ്ങൾ വെറും 2 സീറ്റിൽ പശ്ചിമ ബംഗാളിൽ ഇരുന്ന പാർട്ടിയാണ് ഇന്ന് അവിടെ ഭരണത്തിൽ കയറിയത്. അപ്പോൾ നമുക്ക് അത് ഒരു ത്രെട്ടാണ്. അത് നമ്മൾ ആ ത്രെട്ടിനെ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ, കാരണം നമുക്ക് ഒരു ഭരണപക്ഷ പാർട്ടിയായിട്ട് നിലനിൽക്കുന്നതിൽ രാഷ്ട്രീയമായി നമുക്ക് വിരോധമില്ല. നമ്മുടെ അവകാശങ്ങളുള്ള ഭരണഘടനയിൽ തൊടുമെന്നുള്ളതാണ് നമ്മുടെ ഭയം. അത് നമ്മുടെ സാമൂഹ്യമായ നിലനിൽപ്പിന് നമുക്ക് ദോഷമാണ്. ആ ഒരു ഭയമാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സമൂഹത്തെ ചലിപ്പിക്കാൻ, നമ്മുടെ ആശയപരമായി ചലിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ഒരു ചെറിയ എണ്ണത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോഴിതാ ഇത്രയും, ഈ ഹോള് ഏതാണ്ട് 4-1 നിറയുന്ന പോലെ ആയിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഈ ഹോള് നിറയും. അടുത്ത സമ്മേളനത്തിന് ഈ ഹോളൊന്നും പോരാതെ വരും എന്നെനിക്ക് ഉറപ്പാണ്. ആ രീതിയിലേക്ക് നമ്മുടെ സംഘടന വളരട്ടെ, നമ്മുടെ ആശയങ്ങൾ ലോകത്തിന് വളരട്ടെ. നമ്മൾ കൃത്യമായ ഒരു ചട്ടക്കൂട് നമുക്ക് ഉണ്ടാക്കി, നയപരിപാടികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ എയിംസപ്പിന്റെ പ്രഥമ വാർഷിക സമ്മേളനത്തിന് സാധിക്കട്ടെ എന്ന് എല്ലാ ഗുരുക്കന്മാരുടെയും നാമത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അതിനുവേണ്ടി ഓരോരുത്തർക്കും നമുക്ക് പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടും ഞാൻ ഈ സമ്മേളനത്തിൽ എന്നെ ഇങ്ങനെ അവസരം തന്നതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം. താങ്ക് യു സുരേഷ് കുമാർ സാർ. അടുത്തതായി ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസ അർപ്പിക്കുന്നതിനായി ശ്രീമതി ആശാലത മാഡത്തിനെ ക്ഷണിക്കുന്നു. മാഡം നമ്മുടെ പെരുന്നാട് വിപ്ലവ സമര സമിതിയുടെ കൺവീനർ കൂടിയാണ്. മാഡത്തിനെ സവിനയം ക്ഷണിക്കുന്നു. ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിൽ എയിംസാപ്പിൻ്റെ ഈ വാർഷികത്തിൽ എന്നെ പങ്കാളിയാക്കിയതിൽ ഹൃദയം തന്നെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ്, സാമൂഹിക പ്രവർത്തകയാണ്. അതുപോലെ തന്നെ ശാഖയിലൊക്കെ ജില്ലാ തലങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ഞാൻ വിജയാനന്ദൻ്റെ പ്രിയപുത്രി എന്ന ലേബലിൽ അറിയുമ്പോൾ, ശാഖയിൽ മഹിളാ ഫെഡറേഷൻ്റെ എന്നൊക്കെ അറിയുമ്പോഴും ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷമുണ്ടാക്കിയതും അഭിമാനത്തോടു കൂടി നിന്നതും പെരുന്നാട് വിപ്ലവത്തിൻ്റെ സമര നായിക, ചുക്കാൻ പിടിച്ച നായിക എന്നുള്ള ലേബൽ ഈ എയിംസാപ്പ് എനിക്ക് ചാർത്തി തന്നപ്പോഴാണ്. അത് ഒരിക്കലും എനിക്കെൻ്റെ മരണം വരെ മറക്കാൻ കഴിയില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ കുട്ടിക്കാലം എറണാകുളം ജില്ലയിലെ ആലുവയിലായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം അമ്പലമുക്കിലൊക്കെയായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് വാടക വീടുകൾ തോറും താമസിക്കുമ്പോൾ ഈ KPMS ഒന്നോ നമ്മുടെ സമുദായത്തിൻ്റെ സംഘടന അതിനെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് സംഘടനയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ എന്തായിരുന്നു, നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത്, ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ, ആ ഒരു വില പോലും തരാതെ ജീവിച്ചൊരു ജനതയായിരുന്നു എന്ന് നമ്മൾ ഓർത്തപ്പോൾ അവിടെ നമ്മുടേതായ അടയാളങ്ങൾ പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും അതിലൊരു ഭാഗമാകണമെന്നും ആഗ്രഹിച്ചു. പെരുന്നാടിൻ്റെ മണ്ണിൽ സ്ഥിര താമസമായി കടന്നു വന്നപ്പോൾ ഞാൻ ആ പ്രദേശത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു. ഇവിടെയാണ് മഹാത്മാ അയ്യങ്കാളി സമരമുണ്ടാക്കിയ സ്ത്രീകൾക്ക് ഇന്ന് ഞാൻ ഈ വേഷമൊക്കെ ധരിച്ച് ഒരുങ്ങി നിൽക്കാനും സമൂഹത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിന്നുകൊണ്ട് ആർജവത്തോട് സംസാരിക്കുവാനൊക്കെ നമുക്ക് ധൈര്യം തന്ന മഹാത്മാ അയ്യങ്കാളി. അവിടെ ഭരിച്ചിരുന്നത്, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, എന്നാലും ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാണ് നമ്മളെല്ലാം ആയതുകൊണ്ട് ജനാധിപത്യമില്ലാതെ രാഷ്ട്രീയമില്ലാതെ ഒന്നും കടന്നു പോകുന്നില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തിൽ അവിടെ അയ്യങ്കാളിയുടെ ഓർമ്മപ്പെടുത്തലിൻ്റെ അടയാളപ്പെടുത്തലിൻ്റെ ഒരു രേഖ പോലും ഇല്ലാതെ കടന്നുപോയി. അവസാനം അതിനുവേണ്ടി ഒരുപാട് എൻ്റെ അച്ഛൻ പ്രവർത്തിച്ചു, പ്രമേയം കൊടുത്തു. അതൊന്നും തയ്യാറാകാത്തത് നമ്മുടെ ചോരയായിരുന്നു, നമ്മുടെ സമുദായമായിരുന്നു എന്ന് വേദനയോടുകൂടി ഓർക്കുന്നു. അവിടെയാണ് ഞാൻ കടന്നെത്തുമ്പോൾ, ഇപ്പോൾ ഞാൻ ഭാരതീയ ദൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അവിടെയൊക്കെ രാഷ്ട്രീയം എന്നുള്ളതല്ല,
അവിടെ നമ്മൾക്ക് ചില വേദനകൾ ഉണ്ടാകുന്ന അവസരങ്ങൾ വരുമ്പോൾ സാറ് പറഞ്ഞതുപോലെ, ഉദ്ഘാടകനായ സാർ പറഞ്ഞതുപോലെ നിതിൻ്റെ പ്രശ്നം, അതുപോലെ ഒരുപാട് പ്രശ്നം വരുമ്പോൾ എന്നെ ആ രീതിയിൽ കാണുന്നില്ല, പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജനതയെ അങ്ങനെ കാണുന്നിടത്ത് ചോദ്യം ചെയ്യേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങൾ വരുമ്പോൾ എന്നോട് ചോദിക്കും, ആശി ഒരു ദളിത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയോ സംസ്ഥാന സെക്രട്ടറി ആയിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ആശ പാർട്ടിയുടെ പൊസിഷനിലാണ്. പക്ഷെ അതല്ല, സംഘടനയുടെ ആയാലും നമ്മുടെ ജനതയുടെ ചോര തിരിച്ചറിയുന്നവർക്ക് മാത്രമേ, സാറ് പറഞ്ഞ പോലെ നിയമസഭകളിൽ കടന്നെത്തുമ്പോൾ 16 നിയമസഭാംഗങ്ങൾ നമുക്കുണ്ടായിട്ട് നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല എന്നുള്ളത് വേദനയോടുകൂടി നമുക്ക് കാണേണ്ടി വരുന്നു. അതുപോലെ സാമുദായിക നേതാക്കന്മാർ, അവരും രാഷ്ട്രീയത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരുമില്ല. അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ വർത്തമാനകാലത്തിൽ നിതിൻ എന്ന മകൻ്റെ വേദന. ഇന്ന് നമ്മുടെ മാതൃദിനം എന്ന് സാർ പറഞ്ഞതുപോലെ, ഞാൻ സത്യത്തിൽ അത് മറന്നുപോയി. ഈ മാതൃദിനത്തിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്നോ? ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വന്നത് അവസാനത്തെ ഒരു നിമിഷം MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് സാർ കടന്നു വന്നു. അദ്ദേഹത്തിന് ചിലപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ആകാനുള്ള ഒരു മോഹം കൊണ്ടായിരിക്കാം അദ്ദേഹം മാത്രം വന്നു. ഈ സാമൂഹ്യത്തിൻ്റെ വിപത്തിനെതിരെ ഒരു മനുഷ്യൻ പോലും സംസാരിക്കാത്ത ഒരു ഭരണകൂടമായി വന്നതും പോയതും എല്ലാം നിൽക്കുമ്പോൾ ഈ ഭരണകൂടത്തെ ചലിപ്പിക്കേണ്ട, ആ 16 MLA-മാരുടെ ഇടയിൽ നമ്മുടെ പ്രശ്നങ്ങൾ ചലിപ്പിക്കേണ്ട ഒരു സംഘടനയായി എയിംസാപ്പ് മാറണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എയിംസാപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായും ഞാൻ കൂടെ കാണും. കാരണം നല്ല ഒരു സംഘടന തന്നെയാണ്. കാരണം നമ്മുടെ വിഷയങ്ങൾ പഠിക്കാൻ ഇതുപോലെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. എത്രയോ ഉദ്യോഗസ്ഥന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ തന്നെ കളക്ടർ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്ക് ജീവിക്കാനും നിൽക്കാനും കാറും ബസ്സും വലിയ വണ്ടികളൊക്കെ ആകുമ്പോൾ പാവപ്പെട്ടവരുടെ വേദനകളോ അവർ പീഡിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങളിലേക്ക് അവർ വരുന്നില്ല. അങ്ങനെ വരാനായിട്ട് വന്ന ഒരു സംഘടനയാണ് എയിംസാപ്പ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എയിംസാപ്പിൻ്റെ ഈ സമ്മേളനത്തിൽ ഇതിപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് എനിക്കിതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞത്. 1ാമത് പെരിനാടിൻ്റെ മണ്ണിൽ, പെരിനാടിൻ്റെ പഞ്ചായത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പേര് നിർദ്ദേശിക്കണമെന്ന ഒരു പ്രമേയവുമായിട്ട് എയിംസാപ്പിൻ്റെ സംഘടനയിലെ ജില്ലാ പ്രസിഡന്റ് അടക്കം അനിൽ സാർ അടക്കം ശിവസുധ സാർ അടക്കമുള്ളവർ കടന്നു വന്നു. അന്നും ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രതിദാനം ചെയ്യുന്ന പുന്നലശ്രീമാൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയെ അറിയിച്ചു. ശാഖയൊന്നും അനങ്ങിയില്ല. യൂണിയനെ വിളിച്ചു, അവരും അനങ്ങിയില്ല. ജില്ലയെ വിളിച്ചു, അനങ്ങിയില്ല. സംസ്ഥാന നേതാക്കന്മാരെ വിളിച്ചു, അനങ്ങിയില്ല. അവരൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്, അവർക്കൊന്നും സംസാരിക്കാൻ കഴിയില്ലെന്ന നഗ്നമായ സത്യം അറിഞ്ഞപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ ശാഖയുടെ സെക്രട്ടറി ശിവസ്വൻ സാറിനോട് പറയുന്നു, സാർ ഇത് എയിംസാപ്പിലൂടെ ഏറ്റെടുക്കുന്നു. അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതും അവസാനം വരെ അവിടെ ആ പേര് നിർദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെ ഓർമ്മകൾ, മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മകൾ പെരിനാടിൻ്റെ മണ്ണിൽ ഉണ്ടാകാൻ വേണ്ടി എന്ത് കാര്യങ്ങളും ഏതൊരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്ന് എയിംസാപ്പിനോട് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുപോലെ ഭരണഘടന നമുക്ക് വേണ്ടി വെച്ചപ്പോൾ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ വാക്ക് ഇപ്പോൾ അർത്ഥമാകുകയാണ്. കാരണം ഒരു നല്ല ഒരാളല്ല ഈ ഭരണഘടന അല്ലേ കയ്യിലെത്തുകയാണെങ്കിൽ അത് വികൃതമാകും എന്ന് ഡോക്ടർ BR അംബേദ്കർ നേരത്തെ എഴുതി വെച്ചത് അസത്യമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇനി പുതിയ ഒരു രാഷ്ട്രീയ ഭരണകൂടം അധികാരത്തിൽ കയറുകയാണ്. അവർ നമുക്ക് എന്ത് തരും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കാരണം 1956 കേരളപ്പിറവിക്ക് ശേഷം 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ കടന്നു വന്നിട്ടും മാറി മാറി ഭരണകൂടം വന്നിട്ടും പട്ടികജാതിക്കാരന് വേണ്ടി മാത്രം ഒന്നുമില്ലാത്ത ഒരു ജനതയായി നമ്മൾ മാറുകയാണ്. ഉദാഹരണം, ഈ കൊല്ലം ജില്ലയുടെ ആശ്രമത്തിൽ കയറി നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കിയാൽ NSS, SNDP മന്ദിരങ്ങൾ, SN കോളേജ്, ശ്രീനാരായണ കോളേജ് അടക്കം എല്ലാ കോളേജുകളുണ്ടപ്പോഴും നമുക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉയർന്നില്ല. പക്ഷേ അവസാനം UDFൻ്റെ അധികാരത്തിൽ ഒരു കോളേജ് വന്നു, പാലക്കാട് മെഡിക്കൽ കോളേജ് വന്നു. ആ പാലക്കാട് മെഡിക്കൽ കോളേജിന് PG അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും, നമ്മുടെ ഡോക്ടറാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്, ആ PGയിൽ
പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ PG ആയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസം നേടണ്ട എന്നുള്ള അർത്ഥത്തിൽ അത് NSS കരയോഗത്തിന് അങ്ങനെ എന്തോ എഴുതി കൊടുക്കേണ്ടത് വന്നു. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടുന്നില്ല. ആ പോരാടാൻ വേണ്ടി എംസാപ്പിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 1ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകൾ പെരിനാട് വിപ്ലവ സമിതിയുടെ ജില്ലാ കൺവീനർ എന്ന പേരിലും എൻ്റെ സ്വന്തം പേരിലും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി ബഹുമാന്യനായ R. സോമൻ സാറിനെ ക്ഷണിക്കുകയാണ്. സാറ് എയിംസപ്പിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. സാറിനെ സവിനയം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രസംഗത്തിന് പ്രിപ്പയർഡായിട്ട് വന്നൊരു വ്യക്തിയല്ല ഞാൻ, അതിനെ പ്രതീക്ഷിച്ചതുമല്ല. എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വരാതിരുന്നതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട എസ്എഫിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ മുരളി സാറ് പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന സമയത്താണ് മനസ്സിലായത് വരേണ്ടത് തന്നെയായിരുന്നു. അപ്പൊ ഈ യോഗത്തിൽ സന്നിധരായിരിക്കുന്ന എനിക്ക് ഗ്ലാസ്സിനകത്തിന്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല. എസ്എഫിന്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഉദ്ഘാടകനായിരിക്കുന്ന ഡോക്ടർ സാർ, അതുപോലെ തന്നെ മറ്റ് വനിതാ നേതാക്കളെ, സുഹൃത്തുക്കളെ, ആരാധരായ ഉദ്യോഗ പെൻഷൻ പറ്റിയ എൻ്റെ സുഹൃത്തുക്കളെ, അതായത് എയിംസപ്പ് എന്ന് പറഞ്ഞ സമയത്ത് ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്താണ് എയിംസപ്പ്. എന്നെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്നതിൽ മിക്കവാറും ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഞാനായിരിക്കാം. 20ാമത്തെ വയസ്സ് തൊട്ട് ജാതീയമായ പീഡനത്തിൽ നിന്നും വന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണ്ടർ ഗ്രാജുവേറ്റ് ആയിരുന്ന സമയത്ത് ഒരു സർക്കാർ സർവീസിൽ കയറിയുണ്ടായി. ITDC എന്ന് പറയും, ഇന്ത്യ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അത് ഹോട്ടൽ ഫീൽഡാണ്. വലിയ ഉദ്യോഗമല്ലെങ്കിൽ പോലും ഇന്നത്തെ UD ക്ലർക്കിന്റെ പദവിയുള്ളൊരു ജോലി എനിക്ക് ആദ്യം ലഭിച്ചത്. ചെന്ന് കയറുന്ന സമയത്ത് സോകാൾഡ് ഫോർവേഡ് കമ്മിറ്റി എന്ന് പറയുന്ന ലേഡി പറയുകയാണ്, പട്ടിയെയും പൂച്ചയും കൊണ്ട് എല്ലായിടത്തും പോസ്റ്റ് ഫില്ല് ചെയ്യുമെന്ന് പറയുക. അപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ സമുദായത്തിൽപ്പെട്ട സഹോദരി ഉടൻ തന്നെ വന്ന് അവിടുത്തെ മേലുദ്യോഗസ്ഥർ കംപ്ലൈന്റ് പറഞ്ഞു, മിസ്റ്റർ സോമനെ കുറിച്ച് ഇങ്ങനെയാണ് ഒരു പരാമർശം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അന്ന് അടിദിവസ കാലത്താ, ഐ ജോയിൻഡ് ഇൻ 1975. ഉടൻ തന്നെ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്ന നിലയ്ക്ക് വേണ്ടി എന്റെ കൂടെയുള്ള ആൾക്കാർ ആവശ്യപ്പെട്ടു. അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല, ജസ്റ്റ് 20. എന്റെ വീട് വല്ല വിദ്യാഭ്യാസ പാരമ്പര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചുറ്റുപാട് ജനിച്ചു വന്ന ആളൊന്നും ആയിരുന്നില്ല ഞാൻ. എനിക്കൊന്നും അറിയില്ല യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാല്. നിർബന്ധിച്ചുകൊണ്ട് അവിടെ പോയി. അപ്പൊ മിസ്റ്റർ ഹരിദാസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഹി വാസ് കേണൽ. പുള്ളി പറഞ്ഞു, ഇത് വളരെ ഒരു വേദനാജനകമായ കാര്യമാണ്, അടിയന്തരാവസ്ഥ കാലഘട്ടമാണ്, ഞാൻ ആക്ഷൻ എടുത്താൽ എല്ലാവരും വെളിയിൽ പോകേണ്ടി വരും, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? ഞാൻ ഒന്നും മിണ്ടിയില്ല. ചുരുക്കി പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ആദ്യമായിട്ട് ITDC എന്റെ സമുദായ പ്രവർത്തനം ആരംഭിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ സെൻട്രൽ ഗവൺമെന്റ് SC/ST ഫെഡറേഷന്റെ യൂണിറ്റ് ഉണ്ടാക്കി. അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. 13 വർഷം പ്രവർത്തിച്ച സമയത്ത് ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടന സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ 1975 കയറുന്ന സമയത്ത് വെറും 18 പേരുണ്ടായിരുന്ന സമയത്ത് അവസാനം 1987 ആവുന്ന സമയത്ത് ഏകദേശം 79 ആൾക്കാരെ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഫലത്തിൽ ഞാൻ അവിടുന്ന് ഔട്ടാക്കപ്പെട്ടു. എന്റെ ശക്തമായ പ്രവർത്തന ഫലമായിട്ട് R. നയ്യർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ITDC അറിയപ്പെടുന്ന പേഴ്സണൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അയാൾക്ക് എന്നെ ടെർമിനേറ്റ് ചെയ്യണം. എന്നെ രഹസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു, സോമൻ, യു ആർ ഫിക്സ്ഡ്. ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് യു വിൽ ബി നോ മോർ ഇൻ ദ സർവീസ് ഓഫ് ITDC കോവളം. സർവീസ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉടൻ തന്നെ അവിടുന്ന് ഒരു PSC ടെസ്റ്റ് എഴുതി ജോലി കിട്ടിയ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്,
ഭരണഘടനയുടെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഡോക്ടർ അംബേദ്കറുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കിയ ദിവസങ്ങളായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വന്ന സമയത്തും ജാതീയമായിട്ടുള്ള ഒരുപാട് പീഡനം എനിക്കുണ്ടായി. നല്ല ഒരു സ്ഥലത്ത് കസേര എന്നെ ഇരുത്തത്തില്ല, എന്നെ ഓട്ടിക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഓട്ടിച്ച് അവസാനം എന്നെ എങ്ങുമല്ലാത്തൊരു സ്ഥലത്ത് എത്തിക്കുകയുണ്ടായി. അവിടെ ഞാൻ വിട്ടില്ല. അവിടെ ജോയിന്റ് ഡയറക്ടർ വരെ എത്തി. എന്നിട്ട് അവിടുന്ന് പെൻഷനായി ഞാൻ തിരിച്ചു വന്നു. അവിടെ ഇരിക്കുന്ന സമയത്തും സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന വളരെ ആവേശവും ആഗ്രഹവും അന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, വേളി ടൂറിസ്റ്റ് വില്ലേജ്, ഒരു ജീവിതാനുഭവം കൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. വേളി ടൂറിസ്റ്റ് വില്ലേജ് പോകുന്ന സമയത്ത് അവിടെ നിന്ന് അടച്ചു പൂട്ടിക്കഴിഞ്ഞു. ചുരുക്കി മാത്രം 2 സെന്റൻസ് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്നത് കുറെ പിന്നോക്കക്കാരും SC/ST മാത്രമാണ്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ അതിഭയങ്കരമായ ത്യാഗമുണ്ടായിരുന്നു. തിരിച്ചു പിടിച്ചു. ഇന്ന് ആ സ്ഥാപനം നിലനിൽക്കുന്നുണ്ട്. പരിപൂർണമായി ഞാൻ പറയും എന്റെ കഠിനാധ്വാനം കൊണ്ടാണെന്ന് പറയാൻ സാധിക്കും. ഇന്നും അവിടെയുള്ള ഒരു 10-50 ഫാമിലിയിൽ ഒരു ഫാമിലി എന്നെ എനിക്ക് ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്റെ ഫലമല്ല, മറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഭരണഘടനാദത്തമായ അവകാശങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഉയരാൻ കഴിയുന്ന വാക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമൂഹത്തിലുള്ള എത്രയോ IAS-കാരും IFS-കാരും IRS-കാരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഭാഗത്താണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെയാണ് ഈ ASF-ന്റേതായ ഒരു മഹനീയമായ ഒരു ചോദ്യം ഞാൻ കഴിഞ്ഞ 2-3 മാസം ഞാൻ ശ്രദ്ധിച്ചത്. എന്റെ പങ്കെവിടെ? ആ ചോദ്യം എന്നെ അതിഭയങ്കരമായി എന്നെ ആകർഷിച്ചു. ഞാൻ അക്കാര്യത്തിൽ ASF-ന്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ മുരളി തോന്നയ്ക്കലിനെ ഞാൻ വളരെ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ്. അത് വലിയ ചോദ്യമാണ്, എന്റെ പങ്കെവിടെ? അതായത് ദളിത് സമൂഹം ഇന്ന് അനുഭവിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ മേഖലയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ പങ്കെവിടെ. ഇത് ഒരു മുരളി മാത്രം ചോദിച്ചാൽ പോരാ, ഒരു സോമൻ മാത്രം ചോദിച്ചാൽ പോരാ. നമുക്ക് എല്ലാവർക്കും ചോദിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. അവിടെയാണ് നമ്മൾ എപ്പോഴും ഓർക്കുക ഡോക്ടർ അംബേദ്കറുടെ മുദ്രാവാക്യം. അദ്ദേഹത്തെ ഡോക്ടർ പറയുകയുണ്ടായി, അദ്ദേഹത്തെ കുറിച്ച് ഡോക്ടർ അംബേദ്കർ ഭരണഘടനയിലൂടെ 2 വാഗ്ദാനങ്ങൾ നമുക്ക് തന്നു. ഒന്ന് നമുക്ക് തൊഴിൽ നേടുന്നതിനും, ഒന്ന് ആത്മീയമായി, ഭൗതികമായും ആത്മീയമായും നമുക്ക് തന്നു. ബുദ്ധമതം സ്വീകരിച്ചാൽ കാണിച്ചു തന്നു. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമൂഹം അത് സ്വീകരിച്ചിട്ടില്ല. ഇന്നും ആര്യന്മാർ വച്ചു നീട്ടിയ ആചാരങ്ങളും ബാക്കി എല്ലാം കൊണ്ടുപോകുന്നല്ലാതെ ഡോക്ടർ അംബേദ്കറുടെ ആത്മീയമായ ദർശനം ഇന്നും നാം കൈക്കൊണ്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ സത്യം. അത് പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടേതായ പ്രസംഗങ്ങളും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും മാത്രം ദർശിക്കുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിച്ചെന്ന് ഓരോരുത്തരും ചോദിക്കുമ്പോൾ നമ്മൾ പറയും കലാലയങ്ങളിൽ പോകുന്ന ഒരു വിദ്യാർത്ഥി പിന്നെ നമ്മുടെ വീട്ടിൽ കിട്ടാറില്ല. SLC പാസ്സായി, പ്രീ ഡിഗ്രി പാസ്സായി ആ ലെവലിൽ കോളേജിൽ പൊക്കഴിഞ്ഞാല് പിന്നെ അവരുടെ കയ്യിലാണ്. അവര് പറയുന്നത് ഇന്ത്യയിൽ ജാതിയും മതവും ഇല്ല, ഇവിടെ ഉള്ളത് വർഗസമരം എന്നാണ് പറയുന്നത്. വർഗസമരം. ഈ മുദ്രാവാക്യത്തിന്റെ ഫലമായി നമ്മുടെ വിദ്യാർത്ഥികൾ വർഗസമരത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ചേരുന്ന സമയത്ത് അവർ അറിയുന്നില്ല ചെന്ന് വീഴുന്നത് അതിഭയങ്കരമായ ഗർത്തങ്ങളിലാണെന്ന്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ മാതാപിതാക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ സമുദായ സംഘടനകളെ എതിർക്കുന്നത്. എന്നാൽ മറ്റു സമുദായങ്ങൾ അതല്ല. മറ്റ് ഏത് സമുദായമാണേലും അവർ പരിപൂർണമായും അവരുടെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അവരുടേതായിട്ടുള്ള മേഖലയിൽ നിന്നുകൊണ്ട് പഠിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വളരെ മുന്നോട്ട് പോകുന്ന ദർശനം ലഭിക്കുന്നു. പക്ഷെ നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് ഇനി നഷ്ടപ്പെട്ടത് എന്താണ്? 3000 വർഷത്തെ അടിമത്വം നഷ്ടപ്പെട്ടത് എന്താണ്? അവരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡോക്ടർ അംബേദ്കർ കഷ്ടപ്പെടുന്ന 1905 തൊട്ടുള്ള ജെയിംസ് ബോർഡ് ഭരണപരിഷ്കാരം തൊട്ട് ഈ ഇന്ത്യ ഭരണഘടന എഴുതുന്നവരെയുള്ള അദ്ദേഹത്തിന്റെ അധ്വാനം എന്തിനു വേണ്ടിയായിരുന്നു? നമ്മൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? നമ്മൾ എവിടെയെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ASF ചോദിച്ച പോലെ, നമ്മുടെ പങ്കെടുന്ന് ചോദിച്ച പോലെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നമ്മുടെ കുട്ടികളുടെ ഭാവി എന്ത്? നമ്മുടെ കുട്ടികളെ ആരേൽപ്പിക്കും? ഈ സമൂഹത്തിലാണോ നമ്മൾ ഏൽപ്പിക്കേണ്ടത്? നമ്മളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാർൾ മാർക്സ് എഴുതി വെച്ചൊരു ചോദ്യമുണ്ട്. ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ,
അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മൂലധനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക്. എന്നാൽ നമ്മൾ ചോദിക്കുന്നു, ഇന്ന് ചൂഷണം ചെയ്യുന്ന ആരെയാണ് ഒരു ചൂഷണം ചെയ്യുന്നത്? അവർ ചൂഷണം ചെയ്യുന്നു, നമ്മൾ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഇത് പഠിക്കാൻ കഴിയാത്ത കാലത്തോളം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇതുപോലുള്ള മുദ്രാവാക്യങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. ഇൻക്ലാബ് സിന്ദാബെന്നും അത് പറഞ്ഞു തന്നെ പോകേണ്ടിയിരിക്കുന്നു. ഇനി വൈകെ വേണമെങ്കിലും നിങ്ങൾ കൊയ്യും വയലുകളെല്ലാം നിങ്ങൾക്കാവും ഭയങ്കര പറഞ്ഞ ആ മുദ്രാവാക്യം എവിടെ പോയി നിൽക്കുന്നു? തൊഴിൽശാലകൾ എവിടെ പോയി നിൽക്കുന്നു? ഡോക്ടർ അംബേദ്കറുടേതായ സംവരണത്തിൽ ഉണ്ടാകുന്ന നേട്ടം നമുക്കിത് കിട്ടുന്നുണ്ടോ? ഇന്ത്യക്ക് ഭരണഘടന കിട്ടിയതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നിർണായകമായ വർഷമാണ് ഇവിടുത്തെ SC/ST പഠിക്കേണ്ടത്. 1991. വാട്ട് ഇസ് 1991? 1991 പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇരിക്കുന്ന ഓരോ SC/STയും മനസ്സിലാക്കേണ്ട ഒരു പീരീഡാണ് 1991 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പറയുന്നതാണ് സ്വകാര്യവൽക്കരണം. മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതാണ് സ്വകാര്യവൽക്കരണം. അന്ന് അവർ പറഞ്ഞെടുത്ത കാര്യമുണ്ട്, പരിപൂർണമായും മറ്റ് വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയും സാമ്പത്തികമായും വികസിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരിപൂർണമായും സ്വകാര്യവൽക്കരിക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടുന്നു. കേന്ദ്ര ഗവൺമെന്റ് നിയമനങ്ങൾ നടക്കുന്നില്ല. സംഭവിച്ച നഷ്ടം വേറെ ആർക്കുമല്ല, നമുക്ക് മാത്രമാണ് നഷ്ടം സംഭവിച്ചത്. എത്ര ട്രില്യൺ രൂപയാണ് നമ്മുടെ SC/ST സമൂഹത്തിന് വേണ്ടി നഷ്ടപ്പെട്ടത്? എത്ര ട്രില്യൺ! നമുക്ക് എന്ത് ജോലി നഷ്ടപ്പെട്ടു? ഇന്നിവിടെ ഇരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ എത്ര വിദ്യാഭ്യാസം ചെയ്ത വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ്സിന് ജോലി ലഭിക്കുന്നുണ്ടോ? നാം ചിന്തിക്കേണ്ട ചോദ്യമാണ്. കാരണം 1990 എന്ന് പറയുന്ന സ്വകാര്യവൽക്കരണത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ്. സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, സ്വകാര്യവൽക്കരണത്തിന് ശേഷം ഇന്ത്യയിൽ 20 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ 20 കോടി. അതാരും ഗവൺമെന്റ് വെളിയിൽ പത്രങ്ങൾ രേഖപ്പെടുത്തില്ല, നേതാക്കൾ പ്രസംഗിക്കില്ല. 20 കോടി തൊഴിലവസരങ്ങൾ 1991 ശേഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പങ്ക് എവിടെ? നമ്മുടെ അവസരങ്ങൾ എവിടെ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1990 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ തൊഴിൽ ദിനങ്ങൾ അടയ്ക്കപ്പെട്ട വർഷമാണ് 1991 സ്വകാര്യവൽക്കരണം. അത് എത്ര കാലം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ നേതാക്കന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, അതിലേക്ക് വേണ്ടിയുള്ള പോംവഴി എന്താണ്? അതിനെപ്പറ്റി ദീർഘമായി പ്രസംഗിക്കണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ സമയം വേണ്ടി വരും. സമയത്തിന്റെ കുറവുകൊണ്ടും അത് ഒരു വല്ലാത്ത ഡ്രൈ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാന്യനായ സോമൻ സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തതിനായി എംസെപ്പിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അനിൽ മടവാരം സാറിനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയമുള്ള എംസെപ്പിൻ്റെ അംഗങ്ങളെ, സംസ്ഥാന പ്രസിഡന്റ് മുരളി സാറ്, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് സാർ, മനോജ മാഡം, അതുപോലെ നമ്മുടെ പെരിനാട് വിപ്ലവ സമരസമിതിയുടെ നേതാവ് ആശാലത, സോമൻ സാർ, സോമരായൻ സാർ, അതുപോലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി രാജേഷ്, സുരേഷ് സാർ, അതുപോലെ തന്നെ മറ്റ് ഹരിലാൽ സാർ അടക്കമുള്ള നേതാക്കളെ, നമ്മുടെ എയിംസെപ്പിൻ്റെ ഒന്നാം സംസ്ഥാന സമ്മേളനം നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് സംഘടിപ്പിച്ചത്. കാരണം നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണെങ്കിലും നമ്മൾ ഇടപെട്ട വിഷയങ്ങളെല്ലാം വളരെ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളിലാണ്. ഒന്ന്, നമ്മൾ പെരിനാട് വിപ്ലവ സമരസമിതി കല്ലുമാല സമരത്തിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 500ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ വലിയൊരു പരിപാടി നടത്തി. നമുക്കറിയാം, അന്ന് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയമായതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി നമുക്കൊരു വാഗ്ദാനം തന്നു. അവിടെ പാർക്കിന് അയ്യങ്കാളിയുടെ പേര് കൊടുക്കും, അവിടെ ഒരു പ്രതിമ പണിയും. സമരം നടത്തിയത് നമ്മളായതുകൊണ്ട്, ദളിതരായതുകൊണ്ട് ഇത് കൂടുതൽ നാൾ നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു. ആ പഞ്ചായത്ത് വീണ്ടും ഇടതുപക്ഷം പിടിച്ചു. അതിനുശേഷം
ഒരു അസംബ്ലി ഇലക്ഷൻ വരുമെന്ന് അവർക്ക് അറിയാമായിരുന്നിട്ട് പോലും നമ്മുടെ ആവശ്യങ്ങളെ മുഖവിലക്കെടുക്കാൻ പോലും നിലവിലെ ഭരണസമിതി തയ്യാറായിട്ടില്ല എന്നൊരു ദുഃഖകരമായ കാര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ പ്രശ്നവുമായി നമ്മൾ മുന്നോട്ട് പോകും. പെരിനാട് അയ്യങ്കാളിയുടെ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാകും വരെ നമ്മുടെ പ്രവർത്തനം തുടങ്ങും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ പലരും പറയാറുണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു വസ്തുത കൂടിയുണ്ട്. കാരണം നമ്മൾ ചോദിച്ചാലേ നമുക്ക് കിട്ടൂ. അപ്പം ചോദിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. നമ്മൾ ചോദിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മളിലൂടെയും കടന്നു പോയിട്ടില്ല എങ്കിലും ഏകദേശം 56 വിഷയങ്ങൾ അടങ്ങുന്ന ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രകാശനം, അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കൊരു നമ്മുടെ ഇത് ഓൺലൈൻ ചാനലിലൂടെയൊക്കെ കിട്ടുന്നതിന് വേണ്ടി നമ്മളൊരു പ്രോഗ്രാം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് 2 ഘട്ടമായി നടന്നു. അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അത് മുഖവിലക്കെടുത്തു. ചില രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ഭാഗികമായും, ചില രാഷ്ട്രീയ പാർട്ടികൾ 75% നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ആ ഡിമാൻഡുകൾ നടപ്പാക്കണമെങ്കിൽ പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കണം. ഇനി നമുക്കറിയാം, ഒരു ഭരണകൂടം നിലവിൽ വന്നു. ആ ഭരണകൂടം അത് LDF UDF എന്നതെല്ലാം തുല്യമാണ്. നമ്മൾ അത് നോക്കണ്ട. നമ്മുടെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ അവരുടെ മന്ത്രിമാർ, ഓരോ മന്ത്രിമാർ വന്നതിന് ശേഷമേ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നമുക്കറിയാൻ പറ്റൂ. ആ വകുപ്പ് നോക്കിയിട്ട് ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുപോലെ മാനിഫെസ്റ്റോ പോലെ നമ്മൾ തയ്യാറാക്കി നമ്മുടെ സംസ്ഥാന നേതാക്കളും നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരും മന്ത്രിമാരെ കണ്ട് ആ കാര്യങ്ങൾ നടപ്പാക്കുന്ന പരിപാടികളുമായി നമുക്ക് മുന്നോട്ട് പോകണം. അത് നമ്മുടെ ജനതയ്ക്ക് പ്രയോജനമാകണം. ഇനി രണ്ടാമതൊരു കാര്യം, നമുക്കറിയാം ഏകദേശം 21 മന്ത്രിമാരാണ് കുറച്ച് നാളുകളായി നമ്മുടെ കേരള നിയമസഭയിലുള്ളത്. 21 മന്ത്രിമാരിൽ മിനിമം 20 പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ടാവും. ഒരു മന്ത്രിക്ക് മിനിമം 20 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടാവും. അതിൽ കുറേ ആളുകൾ സർക്കാർ ജീവനക്കാരാണ്, കുറേ ആളുകൾ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്. അതിൽ നമുക്ക് പ്രാതിനിധ്യം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മന്ത്രിമാരിൽ നമ്മളെ പരിഗണിക്കുന്നില്ല. പക്ഷേ നമ്മൾ ചോദിക്കാറില്ലാതെ വേറൊരു കേസ്, നമ്മൾ ചോദിച്ചിട്ടുമില്ല. അപ്പം നമ്മൾ അത് ചോദിക്കണം. എല്ലാ മന്ത്രിമാരിലും നമ്മുടെ മിനിമം ഒരാളെയെങ്കിലും പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എയിംസ് സംസ്ഥാന കമ്മിറ്റി ഒരു റിക്വസ്റ്റ് തയ്യാറാക്കി. നമ്മൾ ഇപ്പോൾ ഭരണത്തിൽ വന്ന UDF ആയതുകൊണ്ട് UDFൻ്റെ നേതാക്കളെ കാണണം, അത് പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അത്തരത്തിൽ നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ചോദിച്ചു, നിങ്ങൾ തന്നില്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. നമുക്കിനി വരും കാലങ്ങളിൽ നമ്മൾ നടപ്പാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് നമുക്ക് പ്ലാൻ തയ്യാറാക്കണം, അതുമായി മുന്നോട്ട് പോകണം. കൂടുതലായി പറയുന്നില്ല. ഇന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എല്ലാ ജില്ലകളിലും നമുക്കറിയാം, നമ്മൾ ഒരു സംഘടന ഉണ്ടാക്കി 1 വർഷം കഴിഞ്ഞിട്ടും നമുക്ക് പ്രധാനമായിട്ടും തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ഇത്രയും ജില്ലകളിലാണ് നമുക്ക് ജില്ലാ കമ്മിറ്റികളുള്ളത്. ഈ അടുത്ത സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ നമുക്ക് 14 ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളുണ്ടാകണം. എല്ലാ ജില്ലകളിലും നമ്മൾ ഫിസിക്കൽ മീറ്റിങ്ങുകൾ വിളിക്കണം. അത്തരത്തിലുള്ള പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുന്നു. അതിന് എല്ലാവരുടെയും, നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാംസിൻ്റെ ഭാരിച്ച ചെലവുകൾ ഓരോ പരിപാടിക്കും നമ്മൾ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണിപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ കുറച്ച് ആളുകളുണ്ട്, അവർ കുറച്ച് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, പ്രോഗ്രാം നടക്കുന്നു. നമുക്കറിയാം നമ്മുടെ സർക്കാർ ജീവനക്കാരെല്ലാം സമ്പന്നരല്ല, എന്നാൽ കുറച്ച് സാമ്പത്തികമായി ഭദ്രതയുള്ള കുറച്ച് ജീവനക്കാരുണ്ട്. അവർ നമ്മളോട് സഹകരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു 75% നമ്മുടെ കൂടെ ഇല്ല. അപ്പം ഏറ്റവും പരിമിതമായ രീതിയിൽ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുമ്പോൾ അതിൽ നമ്മൾ ലോൺ അടയ്ക്കാതെയോ മറ്റു കാര്യങ്ങളൊക്കെ മുടക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഇതിനകത്ത് 500, 1000, 2000 ഒക്കെ തരുന്നത്. ആ സ്ഥിതിയിൽ നിന്ന് മാറി നാളുകളിൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തി നമ്മുടെ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ നിങ്ങളുടെ ഏവരുടെയും സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം.
താങ്ക് യു അനിൽ സാർ. അടുത്തതായി ഞങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി രാജേഷ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി രാജേഷ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു വർഷം മാത്രം പ്രായമുള്ള നമ്മുടെ ഒരു സംഘടന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കാൽവെപ്പിനാണ് ഇപ്പം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ആ കാൽവെപ്പ് എന്ന് പറയുന്നത് തന്നെ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു പ്രകടന പത്രികയുടെ ഒരു ഈറ്റില്ലമാണ്. അത് നമ്മുടെ രാഷ്ട്രീയ സംഘടനകൾ പലതും സ്വീകരിച്ചു എന്നുള്ളത് വളരെ അഭിമാനം കൊള്ളുന്നൊരു നിമിഷം കൂടിയാണ്. അപ്പോൾ ഈ വാർഷിക സംഘടനത്തിന് ആ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ ബഹുമാന വ്യക്തികൾക്കും ആദ്യം തന്നെ എൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ മെഡിക്കൽ ഓഫീസർ സുരേഷ് സാർ നേരത്തെ അക്കാഡമിക് പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഭാവിയിലുണ്ടാകുന്ന പല വിഷയങ്ങളെക്കുറിച്ചും സാറിൻ്റെ പഠനകാലത്തുണ്ടായ പല വിഷമതകളെക്കുറിച്ചും നമ്മൾ ഇവിടെ സാറ് വളരെ വ്യക്തമായി പറയുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷെ നമ്മൾ ഓരോ സംഘടനകളും ഇങ്ങനെ നിലവിലുണ്ടെങ്കിലും ഒരുപാട് സംഘടനകളുടെ സാന്നിധ്യമുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ എയിംസപ്പ് ഒരു ചരിത്ര മാനിഫെസ്റ്റോ തയ്യാറാക്കിയ എയിംസപ്പിന് നമുക്കതിലെന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളൊന്ന് അതിനെക്കുറിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു അംബേദ്കർ ഐഡിയൽ മിഷൻ എന്ന് പറയുന്നതോടൊപ്പം ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംഘടനയ്ക്കൊരു ലഘുപുസ്തകം തയ്യാറാക്കിയാൽ അത് എന്തുമാത്രം ഗുണം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ചയിൽ വെക്കേണ്ടതുണ്ട്. അതായത് +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവരുണ്ട്, PG ചെയ്യുന്നവരുണ്ട്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണ് ഈ ഗ്രാൻഡ് എത്രയാണ്, ഈ ഗ്രാൻഡ് സംസ്ഥാന സർക്കാർ എത്രയാണ് കൊടുക്കുന്നത്, കേന്ദ്ര സർക്കാർ എത്രയാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു വ്യക്തമായ ഒരു ധാരണ ഇവിടുത്തെ ഏതൊരു വിദ്യാർത്ഥിനികൾക്കും ഇല്ല എന്നുള്ളത് നമ്മളത് തിരിച്ചറിയേണ്ടതുണ്ട്. അത് നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായി നമ്മൾ ആ കണക്ക് ശേഖരിച്ച് നമ്മുടെ ആ ഒരു പുസ്തകത്തിൽ നമ്മളത് തയ്യാറാക്കി നമ്മളെ വിദ്യാർത്ഥികളിലേക്ക് ആ ലഘുപുസ്തകം എത്തുന്ന രീതിയിൽ, കാരണം അവർക്ക് ഈ ഗ്രാൻഡ് സമയബന്ധിതമായി കിട്ടിയില്ല എങ്കിൽ അവർ അതിനെ എങ്ങനെ തിരിച്ചറിയണം? വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്ത് അവർക്ക് നേടിക്കൊടുക്കാനുള്ളതല്ല ഈ ഗ്രാൻഡ്സ്. അവരുടെ അവകാശങ്ങൾ അവർക്കൊരു വിവരാവകാശം കൊടുത്ത്, അല്ലെങ്കിൽ എങ്ങനെ വിവരാവകാശം കൊടുക്കാം എന്നതിനെക്കുറിച്ച് എഴുതി തയ്യാറാക്കുന്ന ഒരു പുസ്തകത്തിൽ എങ്ങനെ ഒരു വിവരാവകാശം കൊടുക്കാം, വിവരാവകാശം കിട്ടി അവർക്ക് എങ്ങനെ അതിൻ്റെ മറുപടി ലഭിക്കും, അതനുസരിച്ചാണ് അവർക്കൊരു ഈ ഗ്രാൻഡ് കയ്യിൽ വരുന്നതെങ്കിൽ മറ്റുള്ളവർ വാങ്ങിക്കൊടുക്കുന്നതല്ലാതെ സ്വയം നമ്മൾ ശ്രമിച്ച് നമ്മളെ കയ്യിലേക്ക് ഈ ഗ്രാൻഡ് വരുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. അതുപോലെ തന്നെ അവർക്കടുത്ത് നമ്മുടെ ഒരു നിതിൻ രാജിൻ്റെ വിഷയം തന്നെ മുന്നിലുള്ളത് കാരണം ഒരു ജാതീയമായ അധിക്ഷേപം ഉണ്ടായാൽ, അക്കാഡമിക് തലത്തിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവരാദ്യം ഇടപെടാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു അട്രോസിറ്റി കേസ് ഫയൽ ചെയ്യുന്ന രീതിയിൽ അത് എങ്ങനെ ഫയൽ ചെയ്യണം, അത് എങ്ങനെയാണ് ഒരു പരാതി തയ്യാറാക്കേണ്ടത് എന്ന വിവരങ്ങൾ ആ ലഘുപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ എയിംസപ്പിൽ വളരെ വിദഗ്ധരായ ഒരു അഡ്വക്കേറ്റ്സ് ഗ്രൂപ്പുണ്ട്. അവരുടെ ഫോൺ നമ്പർ കൊടുത്ത് അവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ വിദ്യാർത്ഥികൾക്കൊരു സഹായം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ മാനസിക സംഘർഷങ്ങൾ, മാനസിക വിഷയങ്ങൾ നമ്മളെ വിദ്യാർത്ഥികൾക്കുണ്ടാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട മാനസിക ആരോഗ്യ വിദഗ്ധനായ സാഗർ ഡോക്ടർ രക്ഷാധികാരിയായ ഒരു സംഘടനയ്ക്ക്, അപ്പോൾ സാഗർ ഡോക്ടർ, സുരേഷ് സാറ് പോലുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു ആ ഒരു ക്രൂ തന്നെ ഇതിനകത്തുള്ളപ്പോൾ ആ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊരു മാനസിക സംഘർഷം ഉണ്ടായി നമ്മളെ ഡോക്ടേഴ്സിനെ ബന്ധപ്പെടാൻ പറ്റുന്ന തരത്തിൽ ഒരു ചാനൽ അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അവർക്ക് സംസാരിക്കാൻ മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവരുടെ മാനസിക വിഷയങ്ങൾ സംസാരിക്കപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ തയ്യാറാക്കി കൊടുക്കണം പിള്ളേർക്ക്. അപ്പോൾ ആ ഒരു ലഘുപുസ്തകം അവരുടെ കയ്യിലുള്ളപ്പോൾ, കാരണം ഒരു മൊബൈലിൻ്റെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും കിട്ടുമെങ്കിലും ആ ഒരു ലഘുപുസ്തകം അവരുടെ ബാഗിലുണ്ടെങ്കിൽ അത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും വലിയ ധൈര്യമാണ്, രക്ഷിതാക്കൾക്കും മറ്റൊരു ധൈര്യമാണ്. അത്തരത്തിലേക്കൊരു ലഘുപുസ്തകം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് എയിംസപ്പ് എന്ന സംഘടന ചിന്തിക്കണം എന്ന് മാത്രം ഈ ഒരു അഭിപ്രായത്തിൽ പറയുന്നു. അതോടൊപ്പം ഒരു വർഷം പ്രായമുള്ള ഈ സംഘടന ഇത്രയും വലിയൊരു തലത്തിലേക്ക് എത്തിയതിനും ഇതിൻ്റെ ഒരു ഭാഗവാക്കായി ഇവിടെ ഒരു 2 വാക്ക് സംസാരിക്കാൻ സാധിച്ചതും ഏറ്റവും വലിയ ഭാഗ്യമായി കാണുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഓക്കെ, താങ്ക് യു രാജേഷ് സാർ. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം തീരുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ശേഷം ലഞ്ചിന് ശേഷം നമ്മൾ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. റിപ്പോർട്ടും കണക്കും ഒക്കെ അവതരിപ്പിക്കണം. അതുപോലെ തന്നെ അതിനുശേഷം സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും അവസാന ഐറ്റം നമ്മുടെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് സമയപരിമിതിയുണ്ട്. ഒരു 4:30-5 മണിക്ക് മുന്നേ കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്രയും തന്നെ നീണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉദ്ഘാടന സമ്മേളനം അവസാനിപ്പിച്ച് കഴിഞ്ഞ ശേഷം ലഞ്ചിന് പിരിയാം. ലഞ്ച് ബ്രേക്ക് നമ്മൾ ഒരു അരമണിക്കൂർ അങ്ങനെ എടുത്താൽ മതിയാവും. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ ഉടനെ നമുക്ക് 2 മണിയോടെ നമുക്ക് പുനരാരംഭിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അടുത്തതായി ഇതിനെ അഭിസംബോധന ചെയ്തതിനായി നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഷാജി കോട്ടക്കൽ സാറിനെ ക്ഷണിക്കുന്നു. എനിക്ക് 1-2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നുമല്ല, ഞാൻ ഫേസ്ബുക്കിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ഓരോരുത്തർ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ കേരളത്തിലല്ലേ താമസിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഐത്തം, എന്താണ് നിങ്ങൾക്ക് നിരന്തരം ഷാജി ഈ പോസ്റ്റുമായിട്ടൊക്കെ ആണല്ലോ ഫേസ്ബുക്കിൽ വരുന്നത്, നിങ്ങൾക്ക് എന്താണ് അനുഭവം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ മതേതര കേരളത്തിലല്ലേ ജീവിക്കുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിയാ, ഇതൊരു മതേതര കേരളം തന്നെയാണ്. ഈ മതേതര കേരളത്തിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരു കുഴപ്പമില്ല. ഈ മതേതര കേരളത്തിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കുഴപ്പമില്ലാത്തൊരത്തിൽ ദളിതരായ നമുക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ കുഴപ്പം. എന്താണ് കുഴപ്പം? ഇവിടെ ഉള്ളത് മതേതര കേരളമാണെന്നെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ജാതീയതയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കത്തില്ല. ജാതീയത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ ദളിതരായ വിദ്യാർത്ഥികളും ദളിതരായ ആൾക്കാരുമാണ്. നമുക്കറിയാം, നമ്മുടെ സുരേഷ് സാർ ഇപ്പം പറഞ്ഞതുപോലെയും നമ്മുടെ സോമൻ സാർ പറഞ്ഞതുപോലെയും അവർ വന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ ജാതീയതയെ നമ്മുടെ അനുഭവിച്ച കാര്യങ്ങളുമാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം ചോദ്യം ചെയ്യേണ്ട നമ്മുടെ 16 MLA-മാർ, 14 SC/ST MLA-മാരും 2 ST MLA-മാരും നമുക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഈ പിണറായി സർക്കാർ ഈ കേരളം ഭരിക്കാൻ തുടങ്ങിയതാണ് ജിഷയുടെ സംഭവം. ആ ജിഷയുടെ സംഭവത്തിൽ ആ കേസ് എന്തായി നമുക്കറിയാം. അതേപോലെ തന്നെ കെവിൻ്റെ കേസ് എന്തായി? അതേപോലെ തന്നെ പാലക്കാട് വാളയാർ പെൺകുട്ടികളുടെ കേസ് എന്തായി? ഈ നിതിൻ്റെ കേസ് എന്തായി? സിദ്ധാർത്ഥിൻ്റെ കേസ് എന്തായി? ഇതെല്ലാം അനുഭവിക്കുന്ന ദളിത് കുട്ടികളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സമൂഹമല്ലേ? എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ ഈ കേരളത്തിലല്ലേ താമസിക്കുന്നത്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യേണ്ട നമ്മുടെ MLA-മാർ. നമുക്കറിയാം, ഈ ഇടയ്ക്ക് നമുക്കൊരു സംഭവം നമുക്കറിയാം. കോവൂർ കുഞ്ഞുമോൻ കരയുകയാണ്. എന്തിനാ കോവൂർ കുഞ്ഞുമോൻ കരയുന്നത്? അത് എനിക്ക് എൻ്റെ കറുത്ത കാറ് നഷ്ടപ്പെട്ട്. എങ്ങനെ പോയി? എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പിണറായി വിജയൻ കറുത്ത കാറിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എനിക്കും ഒരു കറുത്ത കാറിൽ സഞ്ചരിക്കണം. അതിപ്പോൾ ഞാൻ MLA ആയതുകൊണ്ട്, ഞാൻ സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നതുകൊണ്ട് ഞാൻ എൻ്റെ കാറ് 50 ലക്ഷം രൂപയ്ക്ക് വിറ്റ് അങ്ങനെ പൊട്ടിക്കരയുകയാണ്. ആ രീതിയിൽ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കെവിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ ഈ 7411 കോടി പോയപ്പോഴോ അല്ലെങ്കിൽ EWS നടപ്പാക്കിയപ്പോഴോ ഒരു കരയാത്ത ഈ വ്യക്തി സ്വന്തം താല്പര്യത്തിന് വേണ്ടി കരയുകയാണ്. എന്താ, എൻ്റെ 50 ലക്ഷം രൂപയുടെ കറുത്ത കാറ് എനിക്ക് നഷ്ടപ്പെട്ട് ഞാൻ MLA അല്ലാതായി. ഞാൻ എങ്ങനെ ജീവിക്കും? നമ്മുടെ സമൂഹത്തിൽ ലക്ഷം വീടുകളിലും കോളനികളിലും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ, ഒരു അന്തി ഉറങ്ങാൻ ഒരു വീടില്ലാതെ നമ്മുടെ സമൂഹത്തിന് ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു അംശത്തിൻ്റെ ഒരു കാര്യം നിയമസഭയിൽ സംസാരിക്കാത്ത കോവൂർ കുഞ്ഞുമോൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ചാനലുകളെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഞാൻ ഇനി എങ്ങനെ ജീവിക്കുമെന്ന്.
ഇവർക്കൊക്കെ എത്ര ആത്മാർത്ഥതയുണ്ട് നമ്മുടെ സമൂഹത്തോട്. അതേപോലെ തന്നെ അടൂരിൽ നിന്ന് മത്സരിച്ച ചിറ്റയം ഗോപകുമാറിനെ എടാ പെലയ എന്ന് വിളിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ ആക്ഷേപിച്ചിട്ട് ഒരക്ഷരം അതിനെതിരെ ശബ്ദിക്കാതെ ചോദിച്ചപ്പോൾ പറയുന്നു അത് ഞങ്ങളുടെ പാർട്ടിക്കാരെ അറിയാതെ സംസാരിച്ചതുകൊണ്ട്. അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, എനിക്ക് നാളെ MLA ആവണം, മന്ത്രിയാകണം, ഒന്നുമില്ലെങ്കിൽ ബോർഡ് മെമ്പർമാരാകണം, ബോർഡ് ചെയർമാൻമാരാകണം, അല്ലെങ്കിൽ എൻ്റെ സമൂഹം ഒരു ധാരണ അവർക്കില്ല. എൻ്റെ കുടുംബത്തിന് ഇനിയും അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്കാർക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് പാർട്ടിക്കകത്ത് നിന്നെങ്കിലേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള അടുത്ത ചാൻസിന് വരും തലമുറകൾക്ക് എൻ്റെ സ്ഥാനം ഒഴിഞ്ഞു നൽകേണ്ടി വരും. എങ്ങനെയെങ്കിലും കാലോ കയ്യെ പിടിച്ച് എനിക്ക് അടുത്ത പ്രാവശ്യം MLA ആവണം എന്ന ആ ധാരണയിൽ മാത്രമാണ് ഇവർ നമുക്ക് വേണ്ടി ശബ്ദിക്കാത്തതും നമുക്ക് വേണ്ടി പ്രതികരിക്കാത്തതും നിയമസഭയിൽ മിണ്ടാതിരിക്കുന്നതും. അതുകൊണ്ട് നമുക്കറിയാം ഈ ഗ്രാൻഡിനൊന്നും ഈ കോവൂർ കുഞ്ഞുമോനോ അല്ലെങ്കിൽ ചിറ്റയം ഗോപകുമാറോ നമുക്ക് വേണ്ടി ഒന്നും ശബ്ദിച്ചിട്ടില്ല. അതുപോലെ തന്നെ സോമസാർ പറഞ്ഞ പുതിയ പാർട്ടി രൂപീകരിക്കണം. പുതിയ പാർട്ടിയല്ല രൂപീകരിക്കേണ്ടത്. നമ്മൾ ഇനി പുതിയ പാർട്ടി രൂപീകരിച്ച ഇപ്പോൾ 2545 SC സംഘടനകളുണ്ട്. ഇനി അത് എണ്ണത്തിൽ കൂടും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് BSP എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബലപ്പെട്ട ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയിൽ നമുക്ക് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് BSP എന്ന് പറയുന്ന പാർട്ടിയെ നമ്മൾ വിപുലീകരിച്ച് നമ്മളെല്ലാം പട്ടികാധികാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പാർട്ടിയായി വളർത്തി അതിനകത്ത് AMSF എന്നൊരു സംഘടന നല്ല രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്താൽ ഈ BSP എന്ന് പറയുന്ന പാർട്ടി വളരും. അതിനെ നമുക്ക് എല്ലാവർക്കും അതിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. താങ്ക് യു ഷായ് സാർ, നല്ല വാക്കുകൾക്ക് നന്ദി. ഇനി ഈ ആരെങ്കിലും സംസാരിക്കാനായിട്ട് ഇനി സംസാരിക്കാൻ കഴിയാത്തവർക്ക് ഇപ്പോഴും സംസാരിക്കാൻ കഴിയാത്തവർക്ക് നമ്മുടെ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാവുന്നതാണ്. റിപ്പോർട്ടിന്മേൽ ചർച്ച വരും. ആ സമയത്ത് ഇപ്പോൾ സംസാരിക്കാൻ കഴിയാത്തവർ സംസാരിക്കാൻ നമുക്ക് ലഞ്ചിന് പിരിയേണ്ടതായിട്ടുണ്ട്. അധ്യക്ഷൻ്റെ ഉപസംഹാരമായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ സമയം ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ ഒന്നധികം സംസാരിക്കാതിരുന്നത്. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമ്മേളനം അവസാനിപ്പിക്കാം. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കേവലം 1 കൊല്ലത്തെ പ്രവർത്തന അനുഭവങ്ങളാണുള്ളത്. ഇത് ഒരു വളരെ ചെറിയൊരു സംഘടനയാണ്. നമുക്ക് 2-3 ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ വേരോട്ടം ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ തന്നെയും കേരളത്തിലാകമാനം ചലനം സൃഷ്ടിക്കുന്ന ഒരു ഇടപെടൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു എന്ന കാര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം നമ്മുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കി നമ്മൾ അത് കേരളത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത്, അതായത് വേർ ഈസ് അവർ ഷെയർ എന്നൊരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചുകൊണ്ട്, അതായത് നമ്മുടെ പങ്ക് എവിടെ, അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് വലിയ ചലനമാണ് നമുക്ക് കേരള സമൂഹത്തിനിടയിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ മാനിഫെസ്റ്റോ സമർപ്പിക്കുകയും ആ മാനിഫെസ്റ്റോയിന്മേൽ വളരെ സീരിയസ് ആയിട്ട് അത് പാർട്ടികൾ കൈകാര്യം ചെയ്യുകയും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ UDF അധികാരത്തിൽ വരികയും എന്നേ ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ, അധികാരത്തിൽ വരികയും അവരുടെ മാനിഫെസ്റ്റോയിൽ അതിൽ ഭൂരിഭാഗം നമ്മൾ ഉന്നയിച്ച സുപ്രധാനമായ പല കാര്യങ്ങളും പരിഗണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 10-ലേറെ കാര്യങ്ങൾ അതിൽ പരിഗണിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ആശാവഹമായിട്ടുള്ള പ്രത്യാശാഭരിതമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നടപ്പിലാക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതായത് ഇനി നമുക്ക് ആ ക്ലെയിം കുറച്ചുകൂടെ സ്ട്രോങ് ആയി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉന്നയിക്കുകയും അത് അവർ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് അത് ആവശ്യപ്പെടാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ രാജേഷ് സാർ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ കൃത്യമായൊരു ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതായത് ഈ സമ്മേളനത്തിൽ 1-2 പ്രമേയങ്ങൾ നമ്മൾ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാജേഷ് സാർ ഒരു കാര്യം പറയുകയുണ്ടായി. ഈ നമ്മുടെ LDF സർക്കാർ 10 കൊല്ലം ഭരിച്ചതിനിടയ്ക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ
2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് മാറ്റി പേഴ്സണൽ സ്റ്റാഫിൽ എല്ലാവർക്കും അവരുടെ പാർട്ടിക്കാർക്കൊക്കെ തന്നെ ഈ പെൻഷൻ കിട്ടത്തക്ക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2 കൊല്ലം കഴിയുമ്പോൾ മാറ്റി 2 കൊല്ലം ആകുമ്പോഴത്തേക്ക് പെൻഷൻ കിട്ടുമല്ലോ. അപ്പോൾ ആ നിലയിൽ ആയിരക്കണക്കിന് ആൾക്കാരെ അവർ ഇങ്ങനെ കയറ്റി ഇറക്കി കൊണ്ടുപോയി. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ശതമാനം പോലും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഒരു വിവരാവകാശം നമ്മൾ എടുക്കേണ്ടതായിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് ആലോചിക്കുകയായിരുന്നു, പക്ഷേ എനിക്കത് വിവരാവകാശം എടുക്കാൻ സാധിച്ചില്ല. ഇനി ഇട്ടാലും മതിയാവും, വിവരാവകാശം നമുക്ക് കിട്ടും. 10 കൊല്ലം വരെയുള്ള ഡാറ്റ വിവരാവകാശം എപ്രകാരം നമുക്ക് എടുക്കാം. 10-20 കൊല്ലമാണ് അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇനിയും നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ക്ലെയിം കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതും ഈ സർക്കാർ വന്നതിന് ശേഷം അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി കിട്ടുന്നതിനായിട്ട് ശക്തമായൊരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നമ്മൾ ചെറിയ സംഘടന ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ചെയ്യുന്നത് വലിയ കാര്യമായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. സംഘടനയുടെ വലിപ്പമല്ല, ആ ഇടപെടലിൻ്റെ മഹത്വവും അതിൻ്റെ ഇടപെടലിൻ്റെ പ്രത്യേകതയുമാണ് ഒരു സംഘടനയുടെ വലിപ്പം നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ നമ്മൾ ചെറിയ സംഘടനയായിപ്പോയെന്നൊന്നും കരുതണ്ട. കൃത്യമായി ഒരു രാഷ്ട്രീയ ഇടപെടലിന് നമ്മൾ തയ്യാറെടുക്കുക. നിരന്തരം നമ്മൾ ഭരിക്കുന്നവരുമായിട്ട് ഒരു ബന്ധം സൂക്ഷിക്കുക. ഇപ്പം തന്നെ നമ്മൾ പല MLA-മാരുമായിട്ടും നമുക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. കാരണം വെച്ചാൽ നമ്മുടെ ഈ മാനിഫെസ്റ്റോ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് 2 നേതാക്കളെയാണ് നമ്മൾ വിളിച്ചത്. ഒന്ന് CP ജോണിനെയും മറ്റൊന്ന് K മുരളീധരനെയും. 2 പേരും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേരും മന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഏതാണ്ട് ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരെ തന്നെ കാണാനായിട്ടൊരു അക്സസ് ഉണ്ടായിരിക്കുകയാണ്. അപ്പം അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ CP ജോൺ സാറ് എന്നെ പേഴ്സണലായിട്ട് ഇപ്പോൾ അറിയാം. 1-2 പരിപാടികൾ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ സാറ് തന്നെയായിരിക്കും ഈ സർക്കാരിൻ്റെ ഏതാണ്ടുള്ള നയപരിപാടികൾ അദ്ദേഹം നേരത്തെ പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ ഒരു നിർണായക റോള്, ഒറ്റ MLA ഉള്ളുവെങ്കിൽ പോലും ഒരു നിർണായക റോൾ അദ്ദേഹം വഹിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ആ നിലയിൽ നമുക്ക് സർക്കാരുമായിട്ട് നല്ലൊരു ലൈസൺ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പുതിയ ഭരണസമിതി വരുമ്പോഴും ഈ സർക്കാരുമായിട്ട് നല്ലൊരു ലൈസൺ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ജനവിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ എന്തൊക്കെയാണ്, നിഷേധിക്കുന്നത് എന്തൊക്കെയാണ്, അത് നേടിയെടുക്കുന്നതിനായിട്ടുള്ളൊരു എഫർട്ട് എയിംസബിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വളരെ ശക്തമായ ഒരു ഡിസ്കഷൻ നടക്കും. അപ്പം എയിംസപ്പ് അടുത്ത 1 കൊല്ലം എന്തൊക്കെയാണ് ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. ഔപചാരികമായ കൃതജ്ഞത അറിയിക്കുന്നതിനായി നമ്മുടെ ട്രഷറുടെ ഇൻചാർജിലുള്ള ബഹുമാന്യനായ അഷ്ടമ സാറിനെ ക്ഷണിക്കുന്നു. അഷ്ടമ സാറിന് ഒരു പ്രത്യേക അഭിനന്ദനം കൂടി. അഷ്ടമ സാറിനും അതേപോലെ തന്നെ നമ്മുടെ അനിൽ സാറിനും അതേപോലെ ഈ സമ്മേളനം വിഭജിപ്പിക്കുന്നതിനായിട്ട് നല്ല രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ള എല്ലാവരെയും ഈ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു സമ്മേളനം ചെറുതാണെങ്കിലും ഒരു വലിയ സമ്മേളനത്തിന് വേണ്ട എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഒന്നും കുറച്ചിട്ടില്ല. എല്ലാ സംഗതികളും എനിക്ക് തന്നെ അതിശയം തോന്നി. എന്ന് വെച്ചാൽ എനിക്കിതിലൊരു ഇടപെടൽ നടത്താൻ പറ്റില്ല. ഞാൻ അങ്ങ് തിരുവനന്തപുരത്തായതുകൊണ്ടും പല കാര്യങ്ങളും ഇങ്ങനെ എൻഗേജിലായിരുന്നതുകൊണ്ടും എനിക്കിത് മോണിറ്റർ ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ സമരായൻ സാറും അതുപോലെ തന്നെ അനിൽ സാറ്, അഷ്ടമ സാറ് എല്ലാവരും കൂടി ചേർന്ന് എല്ലാ രീതിയിലും വലിയ ഒരു മുന്നൊരുക്കമാണ് ഇതിൻ്റെ പിന്നിൽ നടത്തിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ അംഗങ്ങൾ മാത്രമാണ് ഒരു അവസരത്തിനകത്ത് ഉയർന്നില്ല. പക്ഷെ നമ്മൾ ചെറിയ സംഘടനയാണെങ്കിലും ഒരു സമ്മേളനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അത് വളരെ ചിട്ടയായി ഇത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ അഷ്ടമ സാറിനെ കൃതജ്ഞത അറിയിക്കുന്നതിനായിട്ട് രേഖപ്പെടുത്തുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന രക്തബന്ധുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഈ വിശന്ന വേളയിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ ഇവിടെ മുരളി സാർ പറഞ്ഞു. ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇനിയൊന്നും പറയാനില്ല. അപ്പോൾ ഒരു വലിയ സമ്മേളനം ആണെങ്കിൽ ഒരു വലിയ സമ്മേളനത്തെ ഒരുക്കങ്ങൾ നമ്മൾ ഒരുക്കിയെന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. പക്ഷേ നമ്മളൊരു 50 പേരെയാണ് എയിം ചെയ്തത്. ആ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയത്. 60 പേര് വന്നാലും ഭക്ഷണം മറ്റു കാര്യങ്ങളെല്ലാം നടക്കണം. KPMSൻ്റെ കൊല്ലത്തൊരു പരിപാടി നടത്തിയപ്പം ഒരു 10-50 പേർക്ക് ഭക്ഷണം കിട്ടി. ബാക്കി എല്ലാവരും വെളിയിൽ പോയി ഉണ്ണേണ്ട അവസ്ഥ വന്നു. നമുക്ക് ഇച്ചിരി ഭക്ഷണം അധികം വന്നാലും വെളിയിൽ പോകേണ്ട അവസ്ഥ വരരുത്. ആ രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പം
ഞാൻ ഈ ഗ്രൂപ്പിൽ ഇച്ചിരി റഫായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ. അപ്പോൾ ഒരു അപജയം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ ഇച്ചിരി പരുഷമായിട്ട് പെരുമാറിക്കൊണ്ട് നമ്മുടെ നേതൃത്വത്തിലുണ്ടായ 2-3 പേരെ ബാൻ ചെയ്യുന്നതിനും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. അതിലെനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. നമ്മളെ പഴയ രീതിയിൽ വഴക്കും വക്കാടായിട്ട് ഈ ഏപ്രിൽ വരെ അങ്ങനെ അങ്ങ് വഴക്കുമായിട്ട് പോട്ടെ എന്ന് ആയിരുന്നു നമ്മുടെ എല്ലാവരും, ഈ സുരേഷ് സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണക്കൂടെ. ഞാനൊന്നും പറ്റത്തില്ല. ജനുവരി 1 പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ കല്ലും നെല്ലിനെ തിരിഞ്ഞ് പോകണം. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ടായി. നമുക്ക് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടാൻ പറ്റി, മാനുവൽ തയ്യാറാക്കി പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് പല പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ പറ്റി. കൊല്ലത്തും മറ്റൊക്കെ ഞങ്ങളുടെ നേതൃത്വത്തിലൊക്കെ ഞങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം, ആള് വേണ്ട. നമുക്കൊരു 10 പേര് മതി. എംസെഫ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പിടിച്ചു കയറാൻ പറ്റും. ഏതെന്ന് ഒരു പ്ലാറ്റ്ഫോം മതി. ഞങ്ങളിവിടെ 7 പേരേ ഉള്ളൂ കൊല്ലത്ത്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിയാവുന്ന ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇത്രയും ചെയ്തല്ലോ എന്ന്. അതേപോലെ സംസ്ഥാന തലത്തിലും ഇപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റോ പ്രസൻറ്റേഷൻ നടത്തി വെച്ചാൽ നമ്മൾ ഊഹിച്ചതുപോലെയില്ല. പക്ഷേ അത് വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ കേരളം ഒട്ടൊക്കെ അത് അട്രാക്ട് ചെയ്തെന്നുള്ളതാണ്. അതിൽ കൂടുതലും പറയാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം സ്വാഗതം പറയാനുള്ളത് നമ്മുടെ അധ്യക്ഷൻ കൃതജ്ഞത. എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ആദ്യം കൃതജ്ഞത പറയാനുള്ളത് നമ്മുടെ അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് മുള്ളി തോന്നയ്ക്കൽ സാറാണ്. അദ്ദേഹം നല്ല സർവീസ് സംഘടനയിലൊക്കെ നിന്ന് പ്രവർത്തിച്ച് തഴക്കവും പഴക്കവുമുള്ള വ്യക്തിയാണ്. അവൾ ശാന്തശീലനാണ്. നമ്മളൊക്കെ ചൂടായി പറഞ്ഞാലും അദ്ദേഹം വളരെ സൗമ്യമായിട്ടാണ് മറുപടി പറയുന്നത്. പക്ഷേ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും പരിചയപ്പെടുന്ന കാര്യം അദ്ദേഹത്തിന് എൻ്റെ പേരിലും സംഘടനയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുന്നു. രണ്ടാമത് സോമരാജൻ സാറാണ്. അദ്ദേഹം ഒരു ജയിൽ സൂപ്രണ്ടായിട്ടാണ് റിട്ടയർ ചെയ്തത്. പക്ഷേ വളരെ സൗമ്യമായിട്ട് ഇദ്ദേഹം ജയിൽ സൂപ്രണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. അത്ര ലളിതനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അത്രയാണ്. അദ്ദേഹത്തെ എനിക്ക് കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിനും എൻ്റെ പേരിലും സംഘടന പേരിലും കൃതജ്ഞത രേഖപ്പെടുന്നു. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് 2 ഡോക്ടർമാരുണ്ട്. നമുക്ക് അതൊരു അഭിമാനമാണ്. നമ്മുടെ സംഘടനയ്ക്ക് 2 ഡോക്ടർമാരുണ്ട്. അത് സുരേഷ് സാറും സാഗർ സാറും ഒക്കെ നമ്മുടെ ഡോക്ടർമാർ നമ്മുടെ സംഘടനയുള്ളവരാണെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു അഭിമാനമാണ്. പക്ഷേ ഈ നമ്മുടെ സ്റ്റേറ്റ് ഗ്രൂപ്പിലൊക്കെ ഞാനും ഡോക്ടർ സുരേഷ് സാറോട് ഭയങ്കരമായിട്ട് ഏറ്റുമുട്ടും. അദ്ദേഹം ഒരു ഡോക്ടറുടെ കാഴ്ചപ്പാടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു പോലീസ് സബ് ഇൻസ്പെക്ടർ, റിട്ടയറായ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ മൈൻഡിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടറും പോലീസും സംസാരിച്ചായിരിക്കും ആ ഒരു ഗ്യാപ്പ്. പക്ഷേ പ്രശ്നമൊന്നുമില്ല. അത് നമ്മുടെ സംഘടനയെ മുന്നോട്ട് നയിക്കും എന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ സംഘടനയ്ക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കട്ടെ. നമ്മുടെ ഒരു ഉപദേശ സമിതി അംഗമാണ്, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് സുരേഷ് സാറിനും എൻ്റെ പേരിലും നമ്മുടെ സംഘടന പേരിലും കൃതജ്ഞത രേഖപ്പെടുന്നു. പിന്നീട് സാഗർ സാറ് നമ്മളെ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും, ഈ 2 പേരും അതുപോലെ നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യും രക്ഷിക്കുകയും ചെയ്യും. 2 പേരും ഒരേ റോളാണ് കൈകാര്യം ചെയ്യുന്നത്. ഏതായാലും നമുക്ക് സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ. അപ്പോൾ സാഗർ സാർ ഇതിൻ്റെ ഭരണാധികാരിയാണ്, വളരെ സാമൂഹ്യശീലനാണ്. അദ്ദേഹവും ഡോക്ടറാണെങ്കിലും നമ്മുടെ ഒരു സഹോദരൻ, രക്തബന്ധു എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഡോക്ടറായിട്ട് നമുക്ക് ഇവർ 2 കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഒരു ഭാഗം, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ഭാവിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യുന്നത്. അത് അന്നേരം അങ്ങ് തീരും. പിന്നീട് സാഗർ സാറിന് എൻ്റെ പേരിലും സംഘടന പേരിലും കൃതജ്ഞത രേഖപ്പെടുന്നു. പിന്നീട് നമ്മുടെ ആശാലത മഠമാണ്. അദ്ദേഹം നമ്മുടെ ഔദ്യോഗികമായ ഭാഗമൊന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു സഹോദരിയാണ്. നമ്മുടെ സംഘടനയുടെ ഭാഗമായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പം ഗസ്റ്റായിട്ട് വിളിച്ചാൽ നമുക്ക് 500 രൂപ തന്ന് സഹായിച്ചു. പക്ഷെ ഗസ്റ്റുകൾ വല്ലതും പൈസ തരാതെ മുങ്ങുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് പോട്ടെ. അപ്പം ശാരദ മഠത്തിന് എങ്ങനെ നന്ദി പറഞ്ഞാലും അതൊരു അധികം പറ്റാറില്ല. അദ്ദേഹത്തെ എൻ്റെ പേരിലും സംഘടന പേരിലും കൃതജ്ഞതപ്പെടുന്നു. പിന്നെ നമ്മുടെ മനോജ മാഡമാണ് ഈ സംഘടനയെ കെട്ടിപ്പടുത്ത. അവർ കൂടുതൽ സമയം ചിലവാക്കി ഫാമിലി കാര്യമൊക്കെ മാറ്റിവെച്ച് ഈ സംഘടനയെ ഈ ലെവലാക്കിയെടുക്കാൻ അടിസ്ഥാന വളമിട്ട വ്യക്തി കൂടിയാണ്. അവരെ താങ്ങുന്നതായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ജോജൻ സാറ്.
അവർക്ക് മാഡം ഇവിടെ ഇങ്ങനെ അനുസ്മരണ സമ്മേളന പ്രസംഗം നടത്തി. ഇവർ രണ്ടുപേർക്കും അദ്ദേഹത്തെ ഇപ്പം ഒരു ഇടം കൈയും വല്ലും കൈയും ഉണ്ട്, രണ്ടുപേർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പിന്നെ അനിൽ സാറ് സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഒരു ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പം സയൻറ്റിസ്റ്റ് ആണെങ്കിലും എൻ്റെ കൂടെ തോർന്നൊട്ടിക്കാനും കൊടി കെട്ടാനും പാതിരാത്രിയായിട്ട് നമുക്ക് കട്ടവിടെ കൊടി കൊട്ടണം രാത്രി. ഞാൻ പറഞ്ഞ സ്ഥലം അവിടെ പാമ്പുമല്ലോ കാണും, ചിലപ്പോൾ തിരിച്ചു പോകാൻ കാണത്തില്ല. എന്നാൽ ശരി, കാല് വയ്യ, അമ്മയെ പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ട് നടത്തി അങ്ങനെ മറിഞ്ഞ് ഇവിടെ കാലുമൊക്കെ വയ്യെങ്കിലും എനിക്ക് ഒരു പ്രചോദനം എന്ന് പറയാം. എനിക്ക് വലിയ ഒന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ തണലിലാണ് ഞാൻ വളരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഊർജ്ജമായ സാറിന് എൻ്റെ പേരിലും സംഘടന പേരിലും വ്യക്തിപരമായ കൃതജ്ഞതപ്പെടുന്നു. പിന്നെ ശിവസുധൻ സാറ് ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ പ്രായം ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ഇപ്പോഴൊരു യുവ നേതാവിൻ്റെ ഒരു മനസ്സാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇടയ്ക്കൊന്ന് പിണങ്ങി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരുനാട്ടിൽ നിന്നൊക്കെ വിളിച്ചോണ്ട് വരണം രാത്രിയിലൊക്കെ. അദ്ദേഹത്തിന് ഒരു സ്കൂട്ടറുണ്ട്, ആ സ്കൂട്ടറിനകത്ത് കയറി അത് രസമാണ്. സ്കൂട്ടറിനകത്ത് കയറുന്ന വീടിയൊന്നും വേണ്ട, എനിക്ക് ഈ റിസോർട്ടിൽ വരണമെന്ന് സ്കൂട്ടർ എടുത്ത് പറയും, സ്കൂട്ടർ ഓടിഞ്ഞ് പോരും. കണ്ണൊന്നും കാണാൻ വയ്യ, പക്ഷേ കറക്റ്റ് വണ്ടി ഇവിടെ കൊണ്ട് നിർത്തും. അങ്ങനെ ഒരു വണ്ടിയാണ് അദ്ദേഹം. അദ്ദേഹം അങ്ങനെയുള്ള എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹവും പിണങ്ങി. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ സാർ അദ്ദേഹത്തെ അങ്ങ് റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊക്കെ അദ്ദേഹം പറഞ്ഞൊക്കെ വരുത്തി. കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാണ് നമ്മളവരെ വിളിക്കാറുന്നത്. പക്ഷേ അവസാനം ഇദ്ദേഹത്തെ ഒന്നിനോട് ജോലി എത്തിച്ചപ്പോഴത്തേന് അദ്ദേഹം ഭയങ്കര ആക്റ്റീവായി. അദ്ദേഹത്തിന് ജോലി കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കെറു. ഓരോ പണിയൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. വളരെ കുറിച്ച് നമ്മളെക്കാൾ ഉറക്കമില്ലാതിരുന്ന ജോലി ചെയ്ത് കളയും. 2 മണിക്ക് 3 മണിക്കൊക്കെ ഉറങ്ങുന്നത്. ഇന്നലെ ആ എംബ്ലമൊക്കെ കൊണ്ടുപോയി അദ്ദേഹമാണ് ഒട്ടിച്ചുകൊണ്ട് വന്നത്. ഇന്നലെ ഉറങ്ങി കാണത്തില്ല. രാവിലെ 6 മണിക്കാണ്ട് ഉടന്ന് 9 മണി വരെ കിടന്ന് ഉറങ്ങിപ്പോയി. വരാൻ താമസിച്ചേ. പിന്നെ കോട്ടയക്കുന്ന് ഷാജി സാറ്, അദ്ദേഹം നമ്മൾ നല്ലൊരു സംഘാടകനാണ്. അദ്ദേഹം ഫാമിലിയായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ മോളെന്ന് വെച്ചാൽ കിടിലൻ സാധനമാണ്. ഇവിടെ നമ്മളൊരു പാട്ട് പഠിപ്പിക്കാൻ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പാട്ട് പഠിപ്പിക്കുന്നതാണ്. പക്ഷേ കുഞ്ഞ് വന്നില്ല, സുഖല അടക്കുന്ന 2 ദിവസം വരാഞ്ഞ് അദ്ദേഹത്തിന് കൃതജ്ഞത. പിന്നെ സോമൻ സാറ് ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് സോമൻ സാർ. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊരു വേദിയിൽ ഒരു ആൾക്കാരുടെ മുമ്പിലൊക്കെ പിടിച്ചു നിർത്താൻ കൊള്ളാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ ശാരീരിക ലാംഗ്വേജും ആ സംസാരവും ആരെയും കുസുവാത്ത പാവവും അദ്ദേഹം ഇതിൻ്റെ ഒരു നേതാവിൽ തന്നെ വരണം എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ എൻ്റെ പേരിലും സംഘടന പേരിലും കൃതജ്ഞതപ്പെടുന്നു. പിന്നെ തിരുവനന്തപുരത്തെ സുനിൽ സാറ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഹല്ലാൽ സാറ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സുരേഷ് സാറ്, രാജേഷ് സാറ്, വിജയകുമാർ സാറ്, തിരുവനന്തപുരം വൈസ് പ്രസിഡന്റ്, അനിതാമളൊക്കെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഇത്രയൊക്കെ ഈ ഒരു സംഘടനയുടെ നമ്മുടെ കൊല്ലത്തുകാർ പോലും വരാത്ത അവസരം തിരുവനന്തപുരത്ത് വരെയൊക്കെ വണ്ടി പിടിച്ച് ഓട്ടോ പിടിച്ചൊക്കെ ഇവിടെ വന്നു വെച്ചാൽ അവരെ പ്രത്യേകം എങ്ങനെ അഭിനന്ദിക്കണമെന്ന് തോന്നുന്നില്ല. അത്രയും ചിത്ര മാഡം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അങ്ങ് നിൽക്കുക. ചട്ടി എടുക്കാനും കലയെടുക്കാനും രജിസ്ട്രേഷനും ഇനി എന്ത് വേണം, പക്ഷേ ചാപ്പഴിച്ചിട്ട് ഉടനെ പോകുമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അവിടുത്തെ തിരുവനന്തപുരത്തെ വലിയ നേതാവാൻ പോവുക, ഇനി അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ. അപ്പോൾ ഇതിനകത്ത് പാകമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഈ സമ്മേളനം ലോകത്തെ അറിയിക്കുന്ന നമ്മുടെ നീൽ TV അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അത് അദ്ദേഹം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെവിടെ പോയാലും അദ്ദേഹം നമ്മുടെ കൂടെ വരും. വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ മീഡിയ എന്ന നിലയിൽ നമ്മളുടെ ഈ സംഘടനയ്ക്ക് കേരളത്തിലാകമാനം ഒരു എഫക്റ്റ് ഉണ്ടാക്കി തരുന്ന ആ നീൽ TVയുടെ അദ്ദേഹത്തിന് എൻ്റെ സംഘടനയുടെയും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ലളിത ചേച്ചി പെൻഷൻ പോലും ഇല്ല, എന്നിട്ട് കോട്ടയത്ത് നിന്ന് എവിടെ നിന്നൊക്കെ കടം മേടിച്ചോണ്ടൊക്കെ വന്നതാണ്. ഞാൻ പറഞ്ഞ ചേച്ചി നിങ്ങൾ ഇവിടെ വന്നാൽ മതി, വേറെ മറ്റു ഭാഗങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ IG ഓഫീസിലൊക്കെ പോയിരിക്കുകയാണ്. അപ്പം ഈ പെൻഷനൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവരും ഒരുമിച്ച് തരുമെന്നാണ് പറയുന്നത്. ഏതായാലും തന്നു പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കത്തില്ല. ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിടും. അപ്പം ഇനി സാഗർ സാർ വന്നിട്ടുണ്ട്. സാഗർ സാറിന് ഞാൻ കൃതജ്ഞത പറഞ്ഞിരുന്നു. അദ്ദേഹം നമ്മുടെ സംഘടനയുടെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. അദ്ദേഹമില്ല ഈ സംഘടനയില്ല. ആ രീതിയിലാണ് നമ്മുടെ പോക്ക്.
ഇപ്പോൾ ഇന്നത്തെ ഇലക്ഷൻ്റെ എല്ലാം ചുമതല ഭരണാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ എത്ര പ്രകീർത്തിച്ചാലും അതിലധികം പറ്റാതില്ല. അദ്ദേഹത്തെ എൻ്റെ പേരിലും സംഘടനയുടെ പേരിലും കൃതജ്ഞത രേഖപ്പെടുന്നു. ഇനി ആർക്കെങ്കിലും കൃതജ്ഞത രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൃതജ്ഞത ഞാൻ എൻ്റെ ഈ വാക്കിൽ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ജയ് ഭീം. താങ്ക് യു അഷ്ടമ സാർ. അപ്പോൾ നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനം അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ലഞ്ചിന് പിരിയുകയാണ്. എല്ലാവർക്കും ഊഷ്മളമായ ജയ് ഭീം. നമുക്ക് 2:15 ആകുമ്പോഴത്തേക്ക് അടുത്ത നമ്മുടെ പ്രതിനിധി സമ്മേളനം ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. 2:15 എല്ലാവരും തിരിച്ചെത്തുക.